നമ്മുടെ ഫ്ലോറിലേക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഉവ്വ് ഉവ്വ് കേൾക്കാം. സ്വാഗതം പറയുവാനായിട്ട് എന്നെ ക്ഷണിച്ചതിനും എനിക്ക് അവസരം തന്നതിനും ഒത്തിരി നന്ദി പറയുന്നു. ഈ ഒരു സംരംഭം ഇത്രയും ദിവസം നടത്തുന്നതിനായിട്ട് ഇതിന് ആദ്യകാലങ്ങളിൽ പ്രവർത്തിച്ച ഇതിൻ്റെ എല്ലാ ഭാരവാഹികളും, പ്രത്യേകിച്ച് എല്ലാ പ്രസിഡൻസ്, ദെൻ കോർഡിനേറ്റേഴ്സ്, അതോടൊപ്പം ഹിഷാം സാർ, ഇവിടെ നിങ്ങൾ പറഞ്ഞുള്ള പേരെ എനിക്ക് അറിയത്തുള്ളൂ, എത്ര പരിചയം എനിക്കും ഇല്ലല്ലോ. അവരെ എല്ലാവരെയും ഹാർദവുമായിട്ട് ഈ ഫ്ലോറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് ഇന്നത്തെ ട്രെയിനർ ലിജി ടീച്ചറാണ്. ഞാൻ ലിജിമോൾ ടീച്ചർ എന്ന ടീച്ചറിനെ ആരും വിളിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കുട്ടികളെപ്പോഴും ലിജി ടീച്ചർ എന്നായിരിക്കും പറയുക എന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതായാലും നേരത്തെ വന്നതുകൊണ്ട് ടീച്ചറിനെ ഞാൻ പരിചയപ്പെട്ടു. ടീച്ചർ ഇവിടെ അയൽക്കാരിയാണ്, കോടഞ്ചേരിക്കാരിയാണ്. അതെനിക്കറിയത്തില്ലായിരുന്നു. എനിവേ, ഞങ്ങളുടെ അയൽക്കാരി ടീച്ചറിനെ നാഷണൽ ട്രെയിനറാണ്. അതുപോലെ ഇപ്പോഴും കഴിഞ്ഞ വർഷം റിട്ടയർ ആയെങ്കിലും ഇപ്പോഴും കുട്ടികൾക്ക് മോട്ടിവേഷൻ ക്ലാസ്സും അതുപോലെയുള്ള A+ കിട്ടാനുള്ള കുട്ടികൾക്ക് വേണ്ടി A++ വാങ്ങാനായിട്ട് എന്ത് ചെയ്യണമെന്നുള്ള ക്ലാസ്സുകളും എല്ലാം ചെയ്യുന്നു എന്ന് എന്നോട് പറഞ്ഞു. ടീച്ചറിനെ ഹൃദയപൂർവ്വം ഹാർദവമായി ഈ ഫ്ലോറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഇന്നിപ്പോൾ നമുക്കിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് 21 പേരേ ഉള്ളൂ. അത് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേനും ഒത്തിരി കൂടും. ഏതായാലും വന്നു ചേർന്നവരെയും വരാനുള്ളവരെയും ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് മൈക്ക് ഞാൻ നമ്മുടെ ഇന്നത്തെ ചെയർമാന് പ്രത്യേകം സ്വാഗതം പറയുന്നതോടൊപ്പം മൈക്ക് ഞാൻ അദ്ദേഹത്തിന് കൈമാറുന്നു. താങ്ക് യു. താങ്ക് യു ബേബി സാർ. ഇവിടെ നിന്നുള്ള എന്താ പറയാ, ഫസ്റ്റ് ബേബി സാർ പറഞ്ഞ വെൽക്കത്തിനേക്കാൾ, അതായത് തുടക്കത്തിൽ ഒരിക്കലും വെൽക്കം പറഞ്ഞതിനേക്കാളും വളരെ ഭംഗിയായിട്ടാണ് ഇന്നത്തെ വെൽക്കം പറഞ്ഞത്. വളരെ നല്ല അടിപൊളിയായിട്ട് എല്ലാവരും എടുത്തു തന്നെ പറഞ്ഞു. ഇന്നത്തെ നമ്മളുടെ ട്രെയിനർ ലിജി മാം, NSD മാസ്റ്റർ ട്രെയിനർ ആൻഡ് റിട്ടയർഡ് ടീച്ചറാണ്. ടോപ്പിക് ഹാപ്പിനെസ് കണക്ഷൻ റീചാർജ് കൂപ്പൺ ഓഫ് ലാംഗ്വേജ് എന്ന ടോപ്പിക്കുമായിട്ടാണ് നമ്മളിലേക്ക് വരുന്നത്. നമ്മുടെ ടീച്ചറിന് എന്താണ് നമ്മളോട് പറയാനുള്ളത്, നമുക്ക് എന്താണ് അതിൽ നിന്ന് കിട്ടാനുള്ളതെന്ന് നോക്കാം. ഏതായാലും ഇന്നത്തെ ഈ ഫ്ലോർ ടീച്ചറിനെ ഞാൻ കൈമാറുന്നു. പ്ലീസ് വെൽക്കം ടീച്ചർ. ഓക്കെ, താങ്ക് യു ഉസ്മാൻ സാർ. ഏറെ സന്തോഷമുണ്ട്. നമുക്കറിയാം, ഈ കോഫി ടോക്കില് ഞാൻ ആദ്യം വരുന്നത് സെഷന് ഇങ്ങനെ എടുക്കാൻ വേണ്ടി എനിക്കൊരു ഭാഗ്യം ലഭിച്ചതിൽ ഏറെ സന്തോഷം. ഇത് ഞാൻ ആദ്യം വന്ന സമയത്ത് ചിലരൊക്കെ ചായ കുടിക്കുന്നുണ്ട്, ചിലരെന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ചെയർമാൻ ഉസ്മാൻ സാർ ആണെങ്കിൽ പൊറോട്ട വരുത്തുന്നുണ്ട്, മുജീബ് സാർ എന്തെങ്കിലുമൊക്കെ തിന്നുകൊണ്ടിരിക്കുന്ന ആളാം. നമ്മുടെ മനോജ് സാർ ആണെങ്കിലും മിക്കപ്പോഴും വണ്ടിയിലാണ്. അപ്പൊ ഇങ്ങനെ പല കാര്യങ്ങളിൽ വ്യാപൃതരായിരിക്കുകയാണ്. ചിലർ അടുക്കളയിലായിരിക്കാം. പക്ഷെ അങ്ങനെയൊക്കെ ആയിരിക്കുമ്പോഴും നിങ്ങൾക്ക് ഇത് ഓപ്പൺ ആക്കി വെച്ച് ഇരിക്കാം എന്ന് പറഞ്ഞപ്പോ എനിക്കൊരു കൗതുകം തോന്നി. സത്യത്തിൽ ആദ്യം നമ്മൾ സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ ഇരിക്കുമ്പോൾ ഒരു പെന്നും പേപ്പറും ഒക്കെ ആയിട്ട് ശ്വാസം വിടാതെ ഇങ്ങനെ നോക്കിയിരിക്കും. നമ്മൾ അടങ്ങിക്കഴിഞ്ഞാല് മറ്റുള്ളവർ കാണും. അപ്പൊ ഇങ്ങനെ ഒരു അന്തരീക്ഷത്തിലാണ് ഇതിന് മുമ്പ് ഞാൻ ഇരുന്നിട്ടുള്ളത്. അപ്പൊ ഇതിൽ വന്നു കഴിഞ്ഞിട്ട് ഞാൻ ആദ്യത്തെ പ്രാവശ്യം അന്ന് ശ്രീ സാറിന്റെ ക്ലാസ് ഞങ്ങളുടെ ഇതിൽ വന്നപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഇതിലേക്ക് വന്നത്. അപ്പൊ ഞാനൊരു ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ട് വന്നു. പക്ഷെ ഫീഡ്ബാക്കിന്റെ ഇടിച്ചു കയറ്റായിരുന്നു. എനിക്ക് ചാൻസ് കിട്ടിയില്ല. ഞാൻ ഓൾറെഡി അവിടെ തന്നെ നിന്നു. പിന്നെ നോക്കുമ്പോഴാണ് ചിരി ചിന്ത വിജ്ഞാനം എന്ന് പറഞ്ഞിട്ട് അന്ന് പെട്ടെന്ന് വന്നു കഴിഞ്ഞ അന്ന് കണക്കായിരുന്നു. അപ്പൊ കണക്ക് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റി. ആ ടൈപ്പ് ചെയ്യാൻ പറ്റി നല്ല നെറ്റിന്റെ കണക്ഷനും ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് അന്ന് വിന്നറായി. അങ്ങനെ 2 പ്രാവശ്യം വിന്നറായി. പിന്നെ അടുത്ത പ്രാവശ്യം ഞാൻ ഇത് വരും മെസ്സേജ് ചെയ്യാനൊക്കെ ഞാൻ ഓണാക്കി താങ്ങി തൂങ്ങി വരുമ്പോഴത്തേക്കും ഓൾറെഡി അതിനകത്ത് വന്നു പോയിട്ടുണ്ടാവും. എനിക്കിത് കിട്ടാറില്ല. അപ്പൊ നല്ല ഒരു രസമായിട്ട് ഒരു സാധാരണ ഒരു കോഫി ഒക്കെ കുടിച്ച് നമ്മളൊരു പുതിയ പ്രഭാതത്തെ എങ്ങനെയാണോ വരവേൽക്കുന്നത് അതേ ഒരു അനുഭവമാണ് ഈ കോഫി ടോക്കിൽ നിന്നും കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മിക്കവാറും എല്ലാ ദിവസവും ഞാൻ ഈ കോഫി ടോക്കില് കയറാൻ ശ്രമിക്കാറുണ്ട്. അപ്പൊ ഇന്ന് കുറച്ച് സമയം മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാം. അപ്പോഴാണ് നമ്മുടെ ചെയർമാൻ ഉസ്മാൻ സാറ് പറയുന്നത്, എനിക്ക് കണക്കിനെ പേടിയാണ്, സത്യത്തില് പകുതി റീചാർജ് കൂപ്പൺ പോയോന്ന് എനിക്കൊരിത്. കാരണം ഞാൻ ഈ കണക്കാണ് എടുക്കുന്നത്. അപ്പൊ നമ്മള് കണക്കെടുക്കുന്ന സമയത്ത് ആ കണക്കിനെ പേടിയാണെന്ന് പറഞ്ഞിട്ടാണ് ഉസ്മാൻ സാർ തുടങ്ങുന്നത് തന്നെ. ഏതായാലും നമുക്ക് അപ്പൊ കണക്ക് പറഞ്ഞത് കൊണ്ട് ഞാൻ മറ്റൊരു കാര്യം കൂടെ ഇവിടെ പറയാൻ ഞാൻ വിചാരിച്ച കാര്യമല്ല. 913-ാമത്തെ സെഷൻ
നമുക്കറിയാം 13 എന്ന് പറയുന്നത് ആർക്കും വലിയ ഇഷ്ടമൊന്നുമില്ല. 13-ാം നമ്പർ നമുക്ക് ആർക്കും വേണ്ടാത്ത ഒരു നമ്പറാണ്. പക്ഷെ അതിനേതായാലും സംരക്ഷിക്കാൻ വേണ്ടി 9 കൂടെ നിൽക്കുന്നുണ്ട്. ഇനി 9ഉം 1ഉം കൂട്ടിയാൽ 10, 10ഉം 3ഉം കൂട്ടിയാൽ 13 തന്നെയാണ് വരുന്നത്. അപ്പൊ അതില് ചെറിയൊരു കാര്യം പറഞ്ഞു എന്ന് മാത്രം. ഏതായാലും നമുക്ക് ഈ ഫ്ലോറിലേക്ക് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാനും വന്നിരിക്കുന്നത്. രാവിലെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കുശലാന്വേഷണം ഒക്കെ നടത്തുന്നത് കേട്ട് പകുതി റീചാർജ് ചെയ്തിട്ടിരിക്കുകയാണ് ഞാനും. അപ്പൊ നമുക്കത് മനസ്സിലാക്കാൻ, നമുക്കറിയാം നമ്മുടെ സന്തോഷം, നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ഇല്ലെങ്കിൽ നമ്മൾ ഏർപ്പെടുന്ന മേഖലകളിലെല്ലാം നമുക്ക് നെഗറ്റീവ് എനർജിയാണ് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കിടിലൻ ഫോർമുലയുമായിട്ടാണ് വന്നിരിക്കുന്നത്. കോഫി ടോക്കിലുള്ളവർക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയതാണ്. ഏതായാലും നമുക്കൊന്ന് നോക്കാം. എന്താ ഈ സന്തോഷം? ഞാൻ മാത്രം പറഞ്ഞു പോയാൽ പോരല്ലോ. സന്തോഷം എന്ന് പറഞ്ഞാൽ എന്താണ്? ആർക്കെങ്കിലും പറയാമോ സന്തോഷം എന്ന് പറഞ്ഞാല്? ടീച്ചർ ഇന്ന് നമ്മുടെ അയൽക്കാരിയാന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു പ്രത്യേക ഒരു സന്തോഷം തോന്നി. അതെ, ചെറിയൊരു കാര്യം മതി നമുക്ക് സന്തോഷം കിട്ടാൻ, അല്ലേ? സന്തോഷം എന്ന് പറഞ്ഞത് ഒന്നുകിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുമ്പോഴോ സംഭവിക്കുമ്പോഴോ സംതൃപ്തി തോന്നുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെ ലഭിക്കുമ്പോൾ അനുഭവപ്പെടുന്ന ഒരു പോസിറ്റീവ് മാനസികാവസ്ഥയാണ് സന്തോഷം എന്ന് പറയുന്നത്. നമുക്ക് സന്തോഷം ഉണ്ടായാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാന് നമുക്ക് പറ്റുള്ളൂ. അപ്പൊ ഹലോ ഹലോ, Yes, ma'am. Yes. ഞാൻ ഹലോ പറയുമ്പോ നിങ്ങൾ എന്താ പറയാ? Yes. ഹായ് ഹായ് ഹായ്. Hello. അപ്പൊ എല്ലാരും ക്യാമറയ്ക്ക് പുറകെ മറിഞ്ഞിരിക്കുന്നവരൊക്കെ ഉണ്ട്. നമുക്ക് നോക്കാം. ഞാൻ സ്ലോയിൽ 2 കൈ അടിക്കും, നിങ്ങൾ സ്പീഡിൽ 3 പ്രാവശ്യം അടിക്കണം. ഓക്കെ ആണല്ലോ? അപ്പൊ റെഡി. ഞാൻ സ്ലോയിൽ അടിക്കാൻ പോവാണ്. നിങ്ങൾക്ക് മൈക്ക് ഓൺ ആക്കി വെച്ചിട്ട് അടിക്കാം, അതിന് പ്രശ്നമില്ല. അത് കഴിയുമ്പോൾ മ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, റെഡി? 1, 2, 3 സ്റ്റാർട്ട്. സ്പീഡിൽ അടിക്കാൻ പറഞ്ഞത്, സ്പീഡ് പോരാ. ഓക്കെ, ഒന്നും കൂടെ. ഇനി ഞാൻ സ്പീഡിൽ അടിക്കും, നിങ്ങൾ സ്ലോയിൽ അടിക്കാം. ഓക്കെ ഓക്കെ. ഇപ്പൊ കൈ അടിച്ചപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇത് തോന്നിയിട്ടുണ്ടോ? ഇപ്പൊ ഇരിക്കുന്നതിന് എന്തെങ്കിലും ഒരു വ്യത്യാസം തോന്നിയിട്ടുണ്ടോ? ആദ്യത്തിന് കുറച്ചൊരു എനർജി കിട്ടി, രണ്ടാമത്തിന് ഒരു അവാർഡായി. ആദ്യത്തെ എനർജി കിട്ടി, രണ്ടാമത്തെ അവാർഡായി. സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ തന്നെ തുടങ്ങി വെക്കുന്ന ഒന്നാണ്. ഒരു ചെറിയ ചിരിക്ക് നമുക്ക് ഈ അന്തരീക്ഷം മാറ്റാൻ കഴിയും. കുഞ്ഞുണ്ണി മാഷിന്റെ ഒരു വരികളാണ് എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത്. ചിരിക്കാൻ പഠിക്കണം മനുഷ്യനായിരിക്കാൻ, കരയാൻ പഠിക്കണം മനുഷ്യനായിരിക്കാൻ, ചുരുക്കത്തിൽ മനുഷ്യനാകാൻ പഠിക്കണം. അപ്പൊ നമുക്കൊക്കെ നല്ലൊരു മനുഷ്യന്മാരാവാൻ ശ്രമിക്കാം. ഞാന് എൻ്റെ PPT ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, ഞാൻ ഇതിൽ നിന്ന് നമ്മുടെ സെൽഫ് സ്പീക്ക് വിത്ത് കോൺഫിഡൻസ് ഗ്രൂപ്പിൽ നിന്നും എടുത്തതാണ്. അപ്പൊ ഈ ഒരു പോസ്റ്റർ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നി? സന്തോഷം തോന്നുന്നു. സന്തോഷം തോന്നുന്നു. ശ്രീജ മാമന്റെ ചിരിക്കുന്ന ഒരു ഫോട്ടോ, മാമിന്റെ ചിരിയുടെ പുറകിൽ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. മനോജ് സാറും മക്കളും അവര് ചിരിക്കുന്ന ഒരു ഫോട്ടോ. മാമിന്റെ സന്തോഷത്തിന്റെ പുറകിലെ മാം വെള്ള സാരി ഉടുത്ത ഒരു ഫോട്ടോ കൊടുത്തു. മനോജ് സാർ എന്ത് ചെയ്യുന്ന അറിയാവോ? അത് മനോഹരമായി ചുവപ്പ് സാരിയാക്കി. അന്നത്തെ ദിവസം മാമിനുണ്ടായ ഒരു സന്തോഷം, അത് ഉണ്ടാക്കി കൊടുത്ത സാറിനുള്ള ഒരു സന്തോഷം, വളരെ ഒരു ഹാപ്പി തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് എന്ന മാമ ആ ഗ്രൂപ്പിൽ അന്ന് ഷെയർ ചെയ്യുകയുണ്ടായി. ഓക്കെ, നമുക്ക് അല്പസമയം ഒന്ന് ചിരിക്കാം. നമുക്കറിയാം, ഉള്ളു തുറന്ന് ചിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. നമ്മളൊക്കെ ഈ ഒരു ഫ്ലോറിൽ ഇരിക്കുമ്പോഴും നമ്മൾ കാണാത്ത ഒരു മുഖം നമുക്കുണ്ട്. ചിലരുടെയൊക്കെ ഫാമിലി ലൈഫിലുള്ള പ്രശ്നങ്ങളായിരിക്കാം. ഇപ്പൊ ഉസ്മാൻ സാർ ആണെങ്കിൽ അവിടെ പോയി കിടക്കാം മലേഷ്യയിൽ, ഫാമിലി കൂടെ ഇല്ലാത്തവരുടെ സന്തോഷം ഉണ്ടാവും കേട്ടോ, അത് വേറെ കാര്യം. പിന്നെ അതുപോലെ തന്നെ മറ്റുള്ളവർ നമ്മുടെ പേഴ്സണൽ ലൈഫിലായാലും പ്രൊഫഷണൽ ലൈഫിലായാലും നമുക്ക് പല പ്രശ്നങ്ങൾ ഉണ്ടാകാം. നമുക്ക് ഈ പ്രഭാതത്തിൽ ഒരു ചെറിയൊരു കുമ്പൾ ഞാൻ നിങ്ങൾക്ക് തരികയാണ്. ചിരിക്കാനുള്ള എല്ലാവരും ഒന്ന് അർമാദിച്ച് ചിരിക്കാം. ഓക്കെ,
സെഷൻ ഇതിനോടൊപ്പം ചിരിച്ചിട്ടുള്ളവർക്ക് സന്തോഷം കിട്ടാതിരിക്കില്ല. കാരണം നമുക്കറിയാം, നമ്മൾ ചിരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് ഒരു പോസിറ്റീവ് എനർജിയാണ് കയറി വരുന്നത്. നമ്മൾ ചിരിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. എത്ര ബുദ്ധിമുട്ടും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും നമ്മൾ ഒന്ന് ചിരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ സ്ട്രെസ് ഒന്ന് കുറയും. അപ്പൊ ഈ ത്രികോണത്തിന് ഈ 3 മൂലകളുണ്ട്. അപ്പൊ അതിന്റെ 3 മൂലകളിലും ഞാൻ ആ കിടിലൻ ഫോർമുലയുടെ നമ്പറും അക്ഷരങ്ങൾ കൊടുക്കുകയാണ്. ആദ്യത്തത് വന്നിട്ടുണ്ടോ ഒന്ന് പറയാമോ? ജെ. അടുത്തത് ഓ. അടുത്തത് അപ്പൊ Y. ഏതാണ് ഫോർമുല? ഏതാണ്? ജോയ്. ജോയ് എന്ന ഫോർമുലയാണ്. ഓക്കെ, ജസ്റ്റ് ബി യു എന്നതാണ് ആദ്യത്തത്. ജെ, ജസ്റ്റ് ബി യു, നിങ്ങളായിരിക്കുക. നമ്മളെ എല്ലാം ഒരു പ്രശ്നമാണ്. മറ്റുള്ളവരുടെ മികച്ച പതിപ്പുകളാകാൻ നമ്മൾ ശ്രമിക്കുന്നതിനേക്കാൾ സന്തോഷം നമ്മളായിരിക്കുമ്പോൾ. സോഷ്യൽ മീഡിയയിൽ നമുക്കറിയാം ലക്ഷക്കണക്കിന് ലൈക്കുകൾ വാങ്ങിക്കൂട്ടുന്നവരുണ്ട്. അപ്പൊ അങ്ങനെ വാങ്ങിക്കൂട്ടുന്ന ട്രെയിനർമാരെ കണ്ടിട്ട് അവരുടെ ആംഗ്യങ്ങള്, അവരുടെ ശബ്ദ ഗാംഭീര്യം അതേപടി അനുകരിക്കാൻ നമ്മൾ പലരും ശ്രമിക്കാറുണ്ട്. ഇപ്പൊ ഉസ്മാൻ സാറിനെ പോലെ എനിക്കാവാൻ പറ്റില്ല. മനോജ് സാർ എങ്ങനെയാണോ ട്രെയിനിങ് സെഷൻ എടുക്കുന്നത് അത് ഞാനായി തീരുന്നിട്ട് കാര്യമില്ല. ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളുണ്ട്. നമ്മള് ഫോട്ടോസ്റ്റാറ്റ് ട്രാപ്പ്, മറ്റുള്ളവരുടെ ഫോട്ടോസ്റ്റാറ്റ് ആകാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. ഫോട്ടോസ്റ്റാറ്റ് നമുക്കറിയാം എത്ര മനോഹരമായിരുന്നാലും ഒറിജിനലിന്റെ ആ ഒരു ഭംഗി ഫോട്ടോസ്റ്റാറ്റിന് ഉണ്ടാവില്ല. അപ്പൊ നമ്മളായിരിക്കാനാണ് ശ്രമിക്കേണ്ടത്. ഒറിജിനലിന്റെ വില ഒരിക്കലും നമുക്ക് കിട്ടില്ല. ചിലപ്പോൾ നമ്മൾ മറ്റൊരാളാകാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു ഭയം വരും. നമ്മൾ ചെയ്തത് ശരിയാണോ ഇല്ലയോ, അപ്പൊ നമുക്ക് അവിടെ സന്തോഷിക്കാൻ കഴിയില്ല. ഇത് പറയുമ്പോൾ എന്റെ മനസ്സിൽ ഓടിയെത്തുന്ന ഒരു ചെറിയൊരു കാര്യമുണ്ട്. നമുക്കറിയാം കാട്ടിൽ നല്ലോണം നൃത്തം ചെയ്യുന്ന ഒരു മയിൽ. ഈ മയില് എപ്പോഴും ആകാശത്തേക്ക് നോക്കി കരഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ട് മയില് പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് പരുന്തിനെ പോലെ ഉയരത്തിൽ പറക്കാൻ കഴിയുന്നില്ലല്ലോ. അപ്പൊ അവിടെ ഇരുന്ന് പരുന്ത് താഴേക്ക് നോക്കിയിട്ട് പരുന്ത് സങ്കടപ്പെട്ടിരിക്കുക. പരുന്ത് പറയാണ്, എനിക്ക് മയിലിനെ പോലെ സുന്ദരമായ ആ പീലികളൊക്കെ വീശിയിട്ട് പീലികളൊക്കെ ഇതാക്കി ഡാൻസ് ചെയ്യാൻ, നൃത്തം ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. നോക്കൂ, മയിലിൻ്റെതായ കഴിവുണ്ട്, പരുന്തിൻ്റെതായ കഴിവുണ്ട്. പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചത്? രണ്ടുപേർക്കും കഴിവുകൾ ഉണ്ടെങ്കിലും അവർ നോക്കിയത് അവർക്കില്ലാത്ത കാര്യങ്ങളിലേക്കാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് സന്തോഷിക്കാൻ കഴിയില്ല. ഒരാൾ മുകളിലോട്ട് നോക്കി കരയുന്നു, ഒരാള് താഴോട്ട് നോക്കി വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മള് ഓരോ ട്രെയിനർമാർക്കും ഓരോ പ്രത്യേകതകളാണുള്ളത്. ചിലർക്ക് കഥ പറയുന്നതല്ല, വളരെ മനോഹരമായി കഥ പറഞ്ഞു മുന്നോട്ട് കൊണ്ടുപോകും. ശ്രീജിത്ത് സാറിന്റെ വേറൊരു രീതിയിലാണ്. നമ്മൾ ഓരോ ഫ്ലോറിലുള്ളവരെ എൻഗേജ് ചെയ്യിപ്പിച്ച് അങ്ങനെ മുന്നോട്ട് പോകും. ചിലർക്ക് ഹ്യൂമർ പറയുന്നതായിരിക്കാം. ഹ്യൂമർ പറയാൻ അറിയാത്ത ഒരാള് മറ്റുള്ളവർ പറയുന്നതായിട്ട് ഹ്യൂമർ പറയാൻ പോയാൽ എങ്ങനെ ഉണ്ടാവും? അത് ശരിയായ രീതിയിൽ ആസ്വദിക്കാൻ മറ്റുള്ളവർക്കും കഴിയില്ല, ആ പറയുന്ന വ്യക്തിക്കും അത്രമാത്രം അങ്ങോട്ട് വിജയിപ്പിക്കാൻ കഴിയില്ല. ചിലർക്ക് സാങ്കേതിക വിദ്യയിലാണ്. അപ്പൊ ഏതാണോ നമുക്ക് പറ്റുന്നത്, യോജിച്ചത്, അതിനനുസരിച്ച് നമ്മളായിട്ടില്ല. നമ്മൾ ഓരോരുത്തരും ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത് നമുക്ക് ഓരോ കർത്തവ്യങ്ങളുണ്ട്. നമ്മുടെ സ്വന്തം ശബ്ദം കണ്ടെത്തി അത് നമ്മൾ ആനന്ദമാക്കി തീർക്കാം. ഒരു ട്രെയിനർ മാത്രമല്ല, ഏത് ജോലിയിലായാലും. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ കണക്കാണ് സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. കുട്ടികൾക്ക് എന്റെ ക്ലാസ്സിലിരിക്കാൻ വളരെ ഇഷ്ടം, വളരെ രസകരമായിട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതേ സമയത്ത് സ്കൂളിൽ മറ്റുള്ള അധ്യാപകരുണ്ട്, അവർക്ക് ചിലപ്പോൾ എന്നെ പോലെ പറഞ്ഞു കൊടുക്കാൻ കഴിയില്ലെങ്കിൽ എന്നെ നോക്കി അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. അങ്ങനെ അസൂയപ്പെടുമ്പോ അവരുടെ സന്തോഷം പോകും. ഇനി ഞാനാകാൻ ശ്രമിച്ചാൽ അവർക്ക് എന്നെ പോലെ ആകാൻ കഴിയില്ല. ഓരോരുത്തർക്കും തനതായ ശൈലിയുണ്ട്. അപ്പൊ നമ്മളായിക്കൊണ്ട് നമ്മളുടെ സന്തോഷം നമ്മൾ കണ്ടെത്താൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക. നിങ്ങൾക്ക് അടുത്തത് ഇതൊന്ന് പറയാമോ? ഈ ഒരു പോസ്റ്റർ
ബീച്ചിൽ പോയപ്പോ എടുത്തതാണ് കേട്ടോ. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? പാരാഗ്ലൈഡിംഗ് ആണോ? എന്തോ ഗ്ലൈഡിംഗ് ആണോ കാണുന്നത് ആ ചോപ്പ്? അല്ല, ആ അത് ചോപ്പ് സൺസെറ്റ്. നമ്മൾ സൂര്യാസ്തമയം ബീച്ചിൽ ഇരുന്നെടുത്ത ഫോട്ടോയാണ്. ക്ലിയർ അല്ല. സൂര്യാസ്തമനം. നമുക്ക് എല്ലാവർക്കും ബീച്ചിൽ പോയി ഇരിക്കാൻ ഇഷ്ടമല്ലാത്തവരുണ്ടോ അതിനകത്ത്? ഒരാളെ ഉള്ളൂ, മനോജ്. മനസ്സറിയൂല. ഓക്കെ, നോക്കാം. നമ്മൾ അവിടെ പോയിരിക്കുമ്പോ നമ്മുടെ മനസ്സിൽ വളരെ സന്തോഷം തോന്നും. ചിലപ്പോ ചില കാർമേഘങ്ങൾ പോലെ ഇരുണ്ട് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയി നമ്മൾ ആ ബീച്ചിലൊന്ന് പോയിരുന്നു കുറെ നേരം ഇരിക്കുമ്പോ നമ്മുടെ മനസ്സിൽ ഒരു പോസിറ്റിവിറ്റി കൊണ്ട് നിറയും. ഓവർഫ്ലോ വിത്ത് ഒപ്റ്റിമിസം. ഒരു നെഗറ്റീവ് മനസ്സുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു പോസിറ്റീവ് ക്ലാസ് എടുക്കാൻ കഴിയില്ല. ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോ എന്റെ മനസ്സിൽ വരുന്നത്, ഞങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വരുന്ന ഒരു സാറുണ്ട്. പിന്നെ ആ സാറും ടീച്ചറും, രണ്ട് ഹസ്ബൻഡ് വൈഫും ഞങ്ങളുടെ സ്കൂളിലായിരുന്നു. അപ്പൊ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അന്ന് ഞങ്ങൾക്ക് അടി കിട്ടുന്ന ഉറപ്പാ. ഇപ്പൊ വീട്ടിലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയോ ഇല്ലോ എന്ന് അറിയാൻ അവരുടെ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ നമ്മളൊരു നെഗറ്റീവ് മനസ്സുകൊണ്ടാണ് നമ്മൾ ഏതെങ്കിലും ഒരു ഫ്ലോറിലേക്ക് കയറുന്നത്, അതല്ലെങ്കിൽ നമ്മളൊരു ട്രെയിനിങ് ക്ലാസ് എടുക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷണൽ ജീവിതത്തിൽ നമ്മൾ പോകുന്നെങ്കിൽ നമുക്ക് അത് മര്യാദയ്ക്ക് അത് എൻജോയ് ചെയ്തെടുക്കാൻ പറ്റില്ല. നമ്മുടെ ഉള്ളില് ഹാപ്പിനെസ് കൊണ്ട് നിറഞ്ഞാൽ മാത്രമേ നമ്മളുമായിട്ട് ഇടപെടുന്നവർക്ക് ഹാപ്പിനെസ് പകർന്നു കൊടുക്കാൻ നമുക്ക് പറ്റൂ. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ ഇടപെടുന്ന മേഖല വലിയൊരു എനർജി ഫീൽഡാണ്. അവിടെ നമ്മുടെ മുന്നിലിരിക്കുന്നവര് സങ്കടങ്ങള്, ആ മടിയൊക്കെ, നമ്മളിലൊരു എനർജി ഉണ്ടെങ്കിൽ, ഒരു പോസിറ്റിവിറ്റി ഉണ്ടെങ്കിൽ നമ്മുടെ മുന്നിലിരിക്കുന്നവരുടെ മടി സങ്കടങ്ങളൊക്കെ താനെ പോകും. സ്പിൽ ഓവർ എഫക്റ്റ് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ഉള്ളിലുള്ള പാത്രം നിറഞ്ഞു കവിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ പറ്റൂ. ഇപ്പൊ എന്റെ കയ്യിലൊരു കപ്പ് കാപ്പി, ഇപ്പൊ ഇതില് ഞാൻ നോക്കുമ്പോ ഞാൻ നോക്കട്ടെ ഇതിൽ ആരൊക്കെ ഉള്ളേന്ന്. അതാ മനോജ് സാറ് ചായ കുടിച്ചോണ്ടിരിക്കുക. വെരി ഗുഡ്. സാറിന്റെ ചായ അവിടെ തട്ടി, ഒരാള് വന്ന് തട്ടി. ഓക്കെ, ഞാനിവിടെ കാണിച്ചിരുന്നു. അപ്പോഴാണ് എനിക്ക് പറ്റിയ ഒരു കഥാപാത്രത്തെ കിട്ടിയത്. മനോജ് സാർ ചായ കുടിച്ചോണ്ടിരിക്കുന്ന അത് ചായ തട്ടി. എന്താണ് സംഭവിക്കുന്നത്? എന്തോ ക്ലിയർ ആയില്ലല്ലോ. എന്തുകൊണ്ടാണ് ആ തട്ടി കഴിഞ്ഞാൽ എന്താ സംഭവിക്കാം? മനോജ് വേറെ ഒന്ന് അടുത്ത ചായ എടുക്കൂ, ഇത്രയേ ഉള്ളൂ. ദേഷ്യം പിടിക്കൊന്നുമില്ല. ദേഷ്യം പിടിക്കില്ല. ഓക്കെ, ചായ തട്ടി കയ്യെ വന്ന് തട്ടി കഴിഞ്ഞു. അപ്പൊ എന്ത് സംഭവിക്കും? അവിടെ ചായ താഴെ വീഴാം, ഗ്ലാസ് പൊട്ടാം, ചായ താഴെ വീഴാം, ഗ്ലാസ് പൊട്ടാം. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഞാൻ ഈ മറ്റൊരു ചായ ആണല്ലോ ഗ്ലാസ്. അപ്പൊ ചായ പുറത്തേക്ക് തെറിച്ചു അല്ലെ? എന്തുകൊണ്ടാ ചായ പുറത്തേക്ക് തെറിച്ചത്? എന്തുകൊണ്ടാണ് ചായ പുറത്തേക്ക് തെറിച്ചത്? ആ വീഴ്ചയുടെ ആഘാതം കൊണ്ട്. അത് കൃത്യമായി പിടിക്കാതിരുന്നത് കൊണ്ടാണ്. കൃത്യമായി ഹോൾഡ് ചെയ്യാഞ്ഞിട്ടാണ്. എന്തോ കൃത്യമായി ഹോൾഡ് ചെയ്യാതിരുന്നത് കൊണ്ടാണ്. കൃത്യമായി ഹോൾഡ് ചെയ്യാതിരുന്നത് കൊണ്ടാണ് നമ്മൾ പല ന്യായീകരണങ്ങളും അവിടെ നടത്തും. പിന്നെ വേറെയും ചാൻസ് ഉണ്ട്. ബീച്ചിലായതുകൊണ്ട് വേറെ എവിടെയെങ്കിലും ശ്രദ്ധ മാറിയിട്ടുണ്ടാവും എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, വേറെ എവിടെയെങ്കിലും ശ്രദ്ധ മാറിയിട്ടുണ്ടാവും, കണ്ണുകൾ എവിടെയെങ്കിലും പോയിട്ടുണ്ടാവും. ഓക്കെ, പക്ഷെ ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ. ഈ കപ്പില് ചായ ആയതുകൊണ്ടല്ലേ ചായ പുറത്തേക്ക് തെറിച്ചത്? കാപ്പി ആയിരുന്നെങ്കിൽ എന്താ തെറിക്കുക? കാപ്പി തെറിക്കും. കാപ്പി തെറിക്കും. വെള്ളമാണെങ്കിൽ വെള്ളം തെറിക്കും. ഇവിടെ നമ്മൾ എന്തുകൊണ്ടാ പോസിറ്റീവ് ചിന്തിക്കാത്ത? നമ്മൾ പറയാം അവര് തട്ടിയത് കൊണ്ട് തെറിച്ചു, ഹോൾഡ് ചെയ്യാത്തത് കൊണ്ട്, ശരിക്കും ഹോൾഡ് ചെയ്യാത്തത് കൊണ്ട് പൊത്തെറിച്ചു. പക്ഷെ കപ്പില് ചായ ആയതുകൊണ്ട് ചായ തെറിച്ചു. വെള്ളമാണെങ്കിൽ വെള്ളം തെറിക്കും, കാപ്പിയാണെങ്കിൽ കാപ്പി തെറിക്കും. അപ്പൊ അവിടെ നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. അപ്പൊ നമ്മുടെ ജീവിതത്തിലാണെങ്കിലും, നമ്മുടെ പ്രൊഫഷണൽ ലൈഫിലാണെങ്കിലും പേഴ്സണൽ ലൈഫിലാണെങ്കിലും, ഇപ്പൊ ട്രെയിനിങ് സെഷനിൽ നമുക്കറിയാം എല്ലാ കിട്ടില്ല, ചില പ്രതിസന്ധികള്, ചില നെഗറ്റീവ് ചോദ്യങ്ങളൊക്കെ നമ്മളെ വന്ന് മുട്ടുമ്പോ നമ്മൾ എന്താ ചെയ്യാം? നമ്മുടെ ഉള്ളിൽ നിന്ന് എന്താണ് പുറത്ത്
ഉള്ളില് ദേഷ്യവും നിരാശയാണെങ്കിൽ അതാണ് പുറത്തേക്ക് വരിക. അതേ സമയത്ത് ഉള്ളില് വളരെ സന്തോഷമാണെങ്കിൽ ആ സന്തോഷമാണ്. ഞാൻ ഒരു ട്രെയിനിങ് സെഷനിൽ പോയപ്പോൾ പെട്ടെന്ന് ഓഡിയൻസിന്റെ ഇടയ്ക്കുന്ന ഒരു ട്രെയിനിങ് സെഷൻ ഞാനല്ല, വേറെ ആളെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ട്രെയിനിങ് സെഷനിൽ നിന്ന് ആരോ ദേഷ്യം പിടിച്ചു കഴിഞ്ഞപ്പോ പെട്ടെന്ന് ട്രെയിനർ ചൂടായി. അപ്പൊ നോക്ക്, നമ്മളൊരു ട്രെയിനർ ആവുമ്പോ, ഇനി അതല്ല, ഇപ്പൊ ക്ലാസ്സിലിരിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ കുട്ടി സംശയം ചോദിക്കുമ്പോ നമ്മൾ ചൂടായാൽ, നമ്മൾ ദേഷ്യം പിടിച്ചാൽ നമ്മുടെ മനസ്സിൽ മുഴുവൻ ഈർഷ്യയും ദേഷ്യവും. അതേ സമയത്ത് നമ്മൾ ചിരിച്ചുകൊണ്ട് അതിനെ നേരിട്ടാൽ നമ്മുടെ മനസ്സിൽ ഹാപ്പിനെസ് ഉള്ളതുകൊണ്ട്, സന്തോഷമുള്ളതുകൊണ്ടാണ്. ഇപ്പൊ ഏത് സാഹചര്യത്തിലും, നെഗറ്റീവ് സാഹചര്യത്തിലും പുഞ്ചിരിയോടെ നമുക്ക് മറുപടി കൊടുക്കാൻ പറ്റും. ഇപ്പൊ ബേബി സാർ ആലോചിക്കുന്നുണ്ടാവും, ഈ എപ്പോഴൊക്കെ അത് പറ്റുമോ? ശരിയാണ്, പറ്റില്ല. പക്ഷേ നമുക്ക് അതിനാകാൻ ശ്രമിക്കാം. ഞാൻ ഒരു ചെറിയ വീഡിയോ കാണിച്ചു തരാം, നിങ്ങൾക്കൊന്ന്. ഇവിടെ നോക്കാം, ആ കുട്ടികള് അവർക്ക് കഴിയില്ല, നമുക്ക് നമ്മളെ പോലെ നടക്കാൻ കഴിയില്ലാത്ത പിള്ളേരാണത്, അവരെ കൊണ്ടുപോകണമെങ്കിൽ വേറെ ആരുടെയെങ്കിലും പിന്നെ ആശ്രയം വേണം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിന് ഇവരുടെ നെഗറ്റീവുകളിലേക്കാണ് നോക്കിയിരുന്നെങ്കിൽ ഒരിക്കലും ഇവർക്ക് ഇതുപോലെ മനോഹരമായി കളിക്കാൻ കഴിയില്ല. സത്യത്തിൽ ഈ ഒരു ഇവരുടെ ആ പെർഫോമൻസ് കണ്ട് കണ്ണ് നിറഞ്ഞുപോയി. അവരുടെ ആ ഒരു പ്രശ്നങ്ങളിലേക്കേ അവര് നോക്കിയിട്ടില്ല, ഇല്ലായ്മകളിലേക്ക് അവര് നോക്കിയിട്ടില്ല. അവരിൽ എന്താണോ ഉള്ള ആ പോസിറ്റീവ് മെന്റാലിറ്റി, ഇത് കണ്ടു നിന്നവരുടെ മനസ്സ് മുഴുവൻ സന്തോഷം കൊണ്ട് നിറയുക ചെയ്തത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാനൊരു 2 കുട്ടികളുടെ വീട്ടിൽ പോയി, അഞ്ചു എന്ന് വിളിക്കും. അവര് വീൽ ചെയറിലാണ് 2 കുട്ടികള്. ഇടയ്ക്ക് അവിടെ ആ വീട് സന്ദർശിക്കാൻ പോകാറുണ്ട്. ഞാൻ ചെല്ലുമ്പോഴൊക്കെ സത്യത്തില് ആ കുട്ടികളുടെ അച്ഛൻ നേരത്തെ മരിച്ചു പോയതാണ്. അമ്മയാണെങ്കിൽ ക്യാൻസർ വന്ന അമ്മയും മരിച്ചുപോയി. ഈ 2 കുട്ടികൾ മാത്രം. അപ്പോഴും അവരെന്താ ചെയ്യുന്ന അറിയാവോ? അവര് വളരെ പോസിറ്റീവായിട്ടാണ് അവര് മുന്നോട്ട് പോകുന്നത്. ഞാൻ ചെന്ന സമയത്ത് ചേച്ചിയും അനിയത്തി 2 പേരും വീൽ ചെയറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വണ്ടി ഉരുട്ടിക്കൊണ്ട് ഇങ്ങനെ വളരെ സന്തോഷമായിട്ടിരിക്കുന്ന അവസ്ഥയാണ് കണ്ടത്. അപ്പൊ അവര് നോക്കാൻ ആരും ഇല്ലാത്ത ഒരവസ്ഥ വന്നപ്പോഴും അവര് പതറിയില്ല. അവര് തന്നെ ഒരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കി, നമ്മൾ കുറെ പേര് അതിൽ ചേർന്ന് എല്ലാവരും കൂടെ ചേർന്ന് ഒരാളെയൊക്കെ അവിടെ വെച്ചു. അപ്പൊ അതിൽ കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയുടെ കല്യാണം നടന്നു. ആ കല്യാണം നടന്നപ്പോഴും മറ്റേ കുട്ടിക്ക് വിഷമമില്ല. അവരുടെ ഇതിൽ എൻജോയ് ചെയ്താ മുന്നോട്ട് പോകുന്നത്. സത്യത്തില് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. അവിടെയാണ് നമ്മുടെ ട്രെയിനർമാർക്കും നമ്മുടെ മുന്നിൽ ഇരിക്കുന്നവർക്ക് ഒരു മാറ്റം സൃഷ്ടിക്കാൻ കഴിയണം. ഞാൻ സത്യത്തില് വളരെ അവരിൽ നിന്ന് പഠിക്കേണ്ട ഒരു പാഠമാണ്. വളരെ സന്തോഷം തോന്നിയ ഒരു സന്ദർഭമായിരുന്നു. ഓക്കെ, ഇനി ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഞാൻ 3ാമത്തെ പോയിന്റിലേക്ക് കിടക്കുകയാണ്. എന്തെങ്കിലും ഒന്ന് പറയാനുണ്ടോ? എന്തായിരിക്കും 3ാമത്തെ പോയിന്റ്? കുട്ടികളൊക്കെ പോലെ ടീച്ചറിനിപ്പോ പോസ്റ്റ് ആക്കിയിട്ടുണ്ടാവും. കഴിച്ചിലായി. നല്ല രസമുണ്ടായിരുന്നു സംഭവം. എന്താ പറയാ, ഞാന് സ്കൂളിൽ ചെല്ലുന്ന സമയത്ത് ഞാൻ എന്നും നേരത്തെ ചെല്ലും. ഈ കുട്ടികളോടൊത്ത് കളിക്കാൻ നല്ല രസമാണ്. കാരണം നമുക്കറിയാം, 3ാമത്തെ പോയിന്റിലേക്ക് ഞാൻ കിടക്കുകയാണ്. അതായത് യൂത്ത്ഫുൾ എനർജി ആൻഡ് പ്ലേഫുൾനെസ്.
രാവിലെ ചെന്ന് ഈ കുട്ടികളെ അടുത്ത് കുറച്ച് സമയം ഇരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റിവിറ്റി ഉണ്ട്, നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. ഞാൻ എന്റെ അടുത്ത് ഇവര് വന്ന ആദ്യമൊക്കെ ഭയങ്കര കരച്ചിലായിരിക്കും, ആ കരച്ചിൽ മാറ്റാൻ പോണതാണ്. അങ്ങനെ അവിടെ ചെന്ന് അവര് ഒരാളെ ശക്തി പിടിക്കുമ്പോ ആ കുട്ടികളുടെ ഒരു ഐക്യത നോക്കും, അവര് ഒറ്റക്കെട്ടായിട്ട് നിന്ന് എന്നെ തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പൊ അവരിൽ കിട്ടുന്ന ആ ഒരു നമ്മളുടെ ഒരു എനർജി, അതൊരു പ്ലേഫുൾ, ഒരു കുട്ടീനെ പോലെ നമ്മൾ കുറച്ച് സമയമായി തീരുകയാണ് അവിടെ ചെയ്യുന്നത്. നമ്മൾ പ്രായമാകുമ്പോഴല്ല കളിക്കുന്നത് നിർത്തുന്നത്, മറിച്ച് നമ്മൾ കളിക്കുന്നത് നിർത്തുമ്പോഴാണ് പ്രായമാകുന്നത്. സാധാരണഗതിയിൽ നമ്മളൊക്കെ വിചാരിക്കുന്നത് പ്രായമാകുമ്പോഴല്ല കളിക്കുന്നത് നിർത്തുന്നത് നമ്മുടെ മനസ്സിലുണ്ട് അല്ലെ. നമ്മൾ കളിക്കുന്നത് എപ്പോ നിർത്തുന്നു അപ്പൊ നമുക്ക് പ്രായം കൂടിക്കൊണ്ട് വരികയാണ്. നമ്മൾ എപ്പോഴും ആ ഒരു പ്ലേഫുൾനെസ് നമ്മളിൽ ഉണ്ടായിരിക്കണം. പ്രായമാകും തോറും പലരുടെയും മുഖത്ത് നമുക്കറിയാം ഗൗരവം കൂടിക്കൂടി വരികയാണ്. അതേ സമയത്ത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, ഗൗരവം കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ സൗന്ദര്യം കുറഞ്ഞു വരും. പ്രായം വേണോ സൗന്ദര്യം വേണോ, അത് നിങ്ങൾ ഓരോരുത്തരും ഒന്ന് ആലോചിക്കുക. അപ്പൊ അതിനനുസരിച്ച് പ്രായം വേണമെങ്കിൽ നിങ്ങൾ ഗൗരവമുള്ള മുഖമായിട്ടിരിക്കുക. നമുക്കറിയാം ഒരു ക്ലോക്കിൽ 12:06, നമ്മളുടെ മുഖം 12:06. എങ്ങനെയാ 12:06 നിൽക്കാൻ മുരളി സാറേ ഒന്ന് കാണിച്ചു തരാമോ? മുഖം കൂത്തിട്ട് 12:06 നമ്മൾ ചിന്തിച്ചാൽ മതി. അതേ സമയത്ത് 3:50 ചിന്തിക്കൂ, സ്മൈലി ഫേസ് അല്ലെ. എന്റെ കയ്യില് ആ ബോൾഡ് 3:50 വരുമ്പോ ഇതേപോലെ വരും. ഓക്കെ, സ്മൈലി ഫേസ് ആയിട്ടായിരിക്കും. അപ്പൊ നമ്മുടെയൊക്കെ മനസ്സിൽ എന്താണ് വേണ്ടത്? സ്മൈലി ഫേസ് തന്നെയാണ് വേണ്ടത്. നമുക്ക് ഒരു ക്ലാസ് വിചാരിച്ചത്ര നമുക്ക് നന്നായിട്ടില്ലെങ്കിൽ നമ്മൾ അവിടെ വിഷമിച്ചിരിക്കുകയല്ല വേണ്ടത്. കുട്ടികളെ പോലെ ആവേശത്തോടെ അടുത്ത ക്ലാസ്സിലേക്ക് നോക്കുക. പലപ്പോഴും കുട്ടിത്തം, പ്ലേഫുൾനെസ്, അത് നമ്മൾ കാത്തു സൂക്ഷിക്കുക. കുട്ടികളെ പോലെ നമുക്ക് എനർജറ്റിക് ആയിട്ട് മാറാൻ വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും ശ്രമിക്കാം. ഒരു കാറ്റ് വീശി കഴിഞ്ഞാൽ നമുക്കറിയാം, കളിമൺ പ്രതിമകളാണെങ്കിൽ എന്താ ചെയ്യാം, അത് ഒടഞ്ഞു താഴെ വീണു തട്ടി ഓടും. എന്നാൽ ഒരു പുൽക്കൊടികളാണെങ്കിൽ എന്താ ചെയ്യാം, കാറ്റിനൊപ്പം ഇങ്ങനെ ആടി ഒലഞ്ഞ് നൃത്തം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ മാറ്റങ്ങളോട് ഇണങ്ങി ജീവിക്കുന്ന ആ കുട്ടികളുടെ മനസ്സ് എപ്പോഴും ഫ്ലെക്സിബിൾ ആയിരിക്കും. അവര് പെട്ടെന്ന് തന്നെ ദേഷ്യം പിടിക്കുകയും ചെയ്യും, പെട്ടെന്ന് തന്നെ അവർ ഇണങ്ങുകയും ചെയ്യും. ഒരു തോൽവിയെയും അവരുടെ മുന്നിൽ ശാശ്വതമായി നിൽക്കില്ല. എന്റെ തൊട്ടടുത്ത വീട്ടിലെ കുട്ടികളുണ്ട്, അവര് തമ്മിൽ ഭയങ്കര ഈച്ചേഞ്ചാക്കറിയാ, ഭയങ്കര സന്തോഷം. നോക്കി നിൽക്കുമ്പോ ഇവര് തമ്മിൽ അടി കൂടും. എന്നിട്ട് ഇന്നലെ വൈകുന്നേരം ഞാൻ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോ പെട്ടെന്ന് ഇവർക്ക് പ്രശ്നം. ഒരു മോളെന്ത് ചെയ്തു, ഒന്ന് പറഞ്ഞിട്ട് തിരിച്ചിട്ട് ഒരൊറ്റ. അപ്പൊ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ നോക്കി നിൽക്കും. കുറച്ച് കഴിഞ്ഞ ഒരു 2 മിനിറ്റ് കഴിഞ്ഞില്ല, രണ്ടും കൂടെ ഓടി പിടിച്ച് കയ്യേലും പിടിച്ച് കോത്ത് പിടിച്ചുകൊണ്ട് വരുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് നമുക്കൊക്കെ ഒരു ഈഗോ പ്രശ്നങ്ങളുണ്ട്. ആ ഈഗോ പ്രശ്നങ്ങളൊക്കെ മാറ്റിയിട്ട് ഒരു ലഘു മനോഭാവം അതൊക്കെ വിട്ടുകൾ എങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് എന്ത് നിറയും, ഒരു ഹാപ്പിനെസ് നിറയുകയാണ് ചെയ്യുക. കുഞ്ഞിനി മാസ്റ്റർ വരിയുണ്ട്, എനിക്ക് വലിയവനാകേണ്ട, എനിക്ക് ചെറിയവനായാൽ മതി. വലിയവനായ വലിയ വട്ടപൂജ്യമാണ്, ചെറിയവനായ ചെറിയൊരു ഒന്നാണ്. ജാടകളില്ലാതെ ലാളിത്യത്തോടെ ഒരു ലഗോ ഒക്കെ വിട്ട് കളഞ്ഞ് ഫ്ലെക്സിബിൾ ആയിട്ട് പ്ലേഫുൾനെസ് കാത്തു സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും മുന്നേറാം. നമ്മുടെ ഈ ഹാപ്പിനെസ്സുമായിട്ട് ബന്ധപ്പെട്ട് 2 പുസ്തകങ്ങൾ വായിക്കുന്നത് വളരെ നമ്മുടെ മനസ്സിൽ വളരെ ധാരാളം പോസിറ്റീവ് എനർജി കിട്ടും. നിനക്ക് ഇഷ്ടമുള്ളതും നിനക്ക് കഴിവുള്ളതും ലോകത്തിന് ആവശ്യമുള്ളതും ഇത് 3ഉം ഒന്നിക്കുന്ന ഇടമാണ് നിന്റെ ഇക്കിക്കായി എന്ന് ഇക്കിക്കായി എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഉള്ളിലുള്ള കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ കണ്ടെത്തുന്നതിലാണ് ജീവിതത്തിന്റെ അർത്ഥം വരുന്നതെന്നും അത് പറയുന്നു. ഹാപ്പിനെസ് അഡ്വാൻറ്റേജിൽ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, നമ്മൾ വിജയിച്ചാൽ സന്തോഷം ലഭിക്കുന്നല്ല, സന്തോഷിച്ചാൽ വിജയം താനേ നമ്മളുടെ അടുത്തേക്ക് വരുമെന്നാണ് ഹാപ്പിനെസ് അഡ്വാൻറ്റേജിൽ പറയുന്നത്. ഇത് നിങ്ങൾക്ക് വായിച്ചിട്ടുള്ളവരുണ്ടാകാം. ഇത് 2 വായിച്ചിട്ടുള്ളവരുണ്ടോ?
ഇക്കിഗൈ വായിച്ചിട്ടുണ്ടോ? ഇക്കിഗായി ഞാനും വായിച്ചിട്ടുണ്ട്. ഇക്കിഗായി വായിച്ചിട്ടുണ്ട്. കിഗായ് ഇക്കിഗായ് വായിച്ചിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട് അല്ലേ? ഹാപ്പിനെസ് അഡ്വാൻറ്റേജ് വാങ്ങി വെച്ചിട്ടുണ്ട്, വായിച്ചിട്ടില്ല. ഓക്കെ, വെരി ഗുഡ്. അപ്പോ നമ്മളുടെ കയ്യിൽ അത് ഉണ്ടാകാൻ നല്ലതാട്ടോ. നമുക്ക് ജീവിതത്തിൽ നമുക്ക് പ്രശ്നങ്ങളും പ്രതിസന്ധികളിലൂടെ കടന്നു പോകാത്ത നിമിഷങ്ങളില്ലല്ലോ. അപ്പൊ ഇതൊക്കെ വരുമ്പോ നമുക്കൊന്ന് വായിച്ച് നമ്മുടെ മനസ്സിൽ ഒരു സന്തോഷം നിറയാൻ പറ്റിയ 2 പുസ്തകങ്ങളാണ്. എനിക്ക് പ്രയോജനപ്പെട്ട 2 പുസ്തകങ്ങളാണ്. ഇനി ഇത് തിക്കുറിശ്ശി എഴുതിയ ജീവിതയാത്ര എന്ന നാടകം കാണാൻ വേണ്ടി കോട്ടയം സ്റ്റാർ തിയേറ്ററിൽ നമ്മുടെ തിലകനും ഡയറക്ടർ ജോൺ എബ്രഹാമും കൂടെ പോയപ്പോൾ ഉണ്ടായ തിക്കിലും തിരക്കിലും പെട്ട ഒരു സംഭവമാണ്. ആ തിക്കിലും തിരക്കിലും പെട്ട് കഴിഞ്ഞപ്പോ പിന്നെ ലിനൻ മുണ്ടാണ് അന്ന് എല്ലാവർക്കും ഉണ്ടായിരുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ഒരു വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പൊ അവിടെ മെയിൻ ഗേറ്റ്, റോഡിനോട് നമ്മൾ കയറുന്ന മെയിൻ ഗേറ്റിന്റെ അവിടെ കിടന്ന് തള്ളി പിടിച്ച് അകത്ത് കയറി ഒരു പ്രകാരത്തിൽ ഇരുന്ന് കഴിഞ്ഞപ്പോ ഒരു അനൗൺസ്മെന്റ് വരുന്നു. 2 ലിനൻ മുണ്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്, ഉടമസ്ഥൻ ആരാന്ന് വെച്ചാൽ അടയാള സഹിതം വന്നാൽ തരാവുന്നു. അപ്പൊ ഞങ്ങൾ നോക്കുമ്പോഴേ പലരും ലിനൻ മുണ്ട് കൊടുത്തിട്ടുണ്ടേ, ഞങ്ങൾ നോക്കുമ്പോ ഞങ്ങളുടെയാണ്. അപ്പൊ ഇതെങ്ങനെ പോയി മേടിക്കും? അണ്ടർവെയർ മാത്രമേ ഉള്ളൂ, ഷർട്ടും. അല്ല, അടയാള സഹിതം ഇങ്ങനെ ചെന്നാ പോരെ, അവർക്ക് കിട്ടുമല്ലോ മുണ്ട്. അല്ല, പലരും ലിനമുണ്ട് കൊടുക്കാത്തവനാണല്ലെന്ന്. അപ്പൊ എന്നോട് ജോൺ ചോദിച്ചു എങ്ങനെ പോടാ. ഞാൻ പറഞ്ഞു ഞാൻ അടുത്തിരിക്കുന്ന ആളോട് ചോദിക്കാം. അടുത്തിരിക്കുന്ന ഒരാളോട് ചോദിച്ചു, ചേട്ടാ മുണ്ടും തരാമോ, ഞങ്ങളുടെയാണ് മുണ്ട് അവിടെ കെട്ടിയിരിക്കുന്നത്. ഉടനെ അയാൾ ചൂടായി, മുണ്ട് തരാനോ? അങ്ങനെ തരാൻ പറ്റും മുണ്ട്? ഇനി കൊടുക്കണ്ടേ? അല്ല ചേട്ടനിപ്പോ ഇരിക്കല്ലേ ഇവിടെ, അണ്ടർവെയർ ഉണ്ടല്ലോ. ഇല്ല. ഓക്കെ, നമുക്ക് ജീവിതത്തിൽ ചിരിക്കാൻ കിട്ടുന്ന സമയങ്ങള് നമ്മൾ കൊച്ചു കൊച്ചു സന്തോഷങ്ങളിലാണ് നമ്മൾ ചിരിക്കുക. ഇത് ഇന്നലെ എന്റെ ഹൈസ്കൂൾ ബാച്ചില് ഏതോ ഒരു ഗ്രൂപ്പില് വന്ന ഒരു വീഡിയോ ആണ്. വീഡിയോ കണ്ടപ്പോ എനിക്കൊരു സന്തോഷം നോക്കി ഞാനൊന്ന് ചിരിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു ആ വീഡിയോ നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിക്കാലോന്ന്. ഏതായാലും നമ്മൾ ഇന്ന് പറഞ്ഞിരിക്കുന്ന 3 കാര്യങ്ങളാണ്. എന്തൊക്കെയാണ് നിങ്ങളുടെ മെമ്മറിയിൽ വരുന്നുണ്ടോ? ഏതായിരുന്നു ഫോർമുല? ജോയ്. ജോയ്. അത് എല്ലാവർക്കും കിട്ടും. വളരെ സന്തോഷം. Just be you, overflow with optimism. ആദ്യം നമ്മൾ ജസ്റ്റ് ബി യു, നിങ്ങളായിരിക്കും. നമ്മൾ ഓരോരുത്തരും നമ്മളായിരുന്നു കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ. രണ്ടാമത്തത് ഓവർഫ്ലോ വിത്ത് optimism. പോസിറ്റിവിറ്റി കൊണ്ട് നിറയുക. പോസിറ്റിവിറ്റി കൊണ്ട് നിറയുക. ഓക്കെ, അടുത്തത് യൂത്ത്ഫുൾ എനർജി ആൻഡ് പ്ലേഫുൾനെസ്, ഉള്ളിലെ കുട്ടിയെ വളർത്തുക. അപ്പൊ ഞാൻ നിങ്ങൾക്ക് കുറച്ച് സമയത്തേക്ക് റീചാർജ് കൂപ്പൺ ഒന്നും കൂടെ തരികയാണ്. നമുക്ക് എല്ലാവർക്കും അത് ഒരു ചിരി ദിനത്തില് നമ്മുടെ ഒരു സുഹൃത്ത് അവര് ചിരിച്ച ഒരു വീഡിയോ ആണ്. അപ്പൊ ആ സുഹൃത്ത് എനിക്ക് തന്നു കഴിഞ്ഞപ്പം എനിക്കത് വളരെ കൗതുകം തോന്നി. ഇടയ്ക്കൊക്കെ ഇട്ടൊന്ന് ചിരിക്കുമ്പോ നമുക്കറിയാം, നമ്മളൊന്ന് മറന്ന് ചിരിക്കുമ്പോഴാണ് നമ്മുടെ മനസ്സിൽ പോസിറ്റിവിറ്റിയോട് നിറയുക. നമ്മുടെ മനസ്സിലെ സ്ട്രെസ് ഒക്കെ അങ്ങോട്ട് പോയി കിട്ടും. അപ്പൊ ഞാൻ ആ കൂപ്പൺ ഒന്നും കൂടെ ഓരോരോ കൂപ്പണുകളെ ഇടയ്ക്കിട്ട് തന്നാണ്. ആ കൂപ്പൺ ഒന്നും കൂടെ ഞാൻ നിങ്ങൾക്കൊന്ന് തരികയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് ഇതോടൊപ്പം ഒന്ന് ചിരിക്കാം. ഓക്കെ, പ്രിയപ്പെട്ടവരെ, ജാടകളില്ലാതെ നമുക്ക് മുന്നോട്ടേക്ക് പോകാം. പ്രിയ സുഹൃത്തുക്കളെ, ഒരു ശില്പി ഒരു കല്ലിൽ കൊത്തുമ്പോ കല്ലിനാണ് മാറ്റം ഉണ്ടാകുന്നത്, ശില്പിക്കല്ല. എന്നാൽ ഒരു ട്രെയിനർ എന്ന നിലയ്ക്ക് മറ്റൊരാളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ ആ പ്രക്രിയയിലൂടെ ട്രെയിനറായി നിൽക്കുമ്പോൾ ട്രെയിനർ, ഇനി വേറൊരു ജോലിയാണെങ്കിൽ ആ ജോലിയിൽ മാറ്റം ഉണ്ടാകാൻ ശ്രമിക്കുമ്പോൾ അവർക്ക് മാറ്റം ഉണ്ടാകുന്നത് പോലെ നമുക്കും മാറ്റം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്, നമ്മളും മാറുകയാണ് ചെയ്യുന്നത്. അത് തന്നെയാണ് ഈ ജോയ് എന്നാൽ വേറെ ഒരു വാക്കല്ല. ജസ്റ്റ് ബി യു, ഓവർഫ്ലോ വിത്ത് ഒപ്റ്റിമിസം, യൂത്ത്ഫുൾ എനർജി. ഈ 3 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ക്ലാസ് കേൾക്കുന്നവർക്ക് മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു വസന്തമായിട്ട് മാറും. നമ്മൾ ഉൾപ്പെടുന്ന ആ മേഖലയിൽ, നമ്മുടെ പ്രൊഫഷണൽ മേഖലയിൽ അവിടെ ഒരു വസന്തം സൃഷ്ടിക്കാൻ നമുക്ക് കഴിയും. നിങ്ങളുടെ ഉള്ളിൽ ഓരോരുത്തരെയും സന്തോഷത്തിന്റെ അഗ്നിപർവ്വതം ഉണ്ടെങ്കിൽ മാത്രമേ ചുറ്റുമുള്ളവരിലേക്ക് പ്രകാശത്തിന്റെ ഒരു കിരണമെങ്കിലും നൽകാൻ കഴിയും. നിങ്ങളുടെ ഓരോ സെഷനും നമുക്കൊരു ജന്മത്തിന്റെ മാറ്റമായിരിക്കാൻ നമുക്ക് നോക്കാം. സോ ഗോ ഔട്ട് ആൻഡ് സ്പ്രെഡ് ദ ജോയ്. ഓക്കെ, ഇങ്ങനെ ഒരു ഫ്ലോർ നൽകിയ സന്തോഷവും പറഞ്ഞുകൊണ്ട്
താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. വളരെ സന്തോഷം. ഒരു പോസിറ്റിവിറ്റി മാനസികാവസ്ഥയാണ് സന്തോഷം. ചിരിക്കാൻ പഠിക്കണം മനുഷ്യനായിരിക്കാൻ, കരയാൻ പഠിക്കണം മനുഷ്യനായിരിക്കാൻ, ചുരുക്കി പറഞ്ഞാൽ മനുഷ്യനായിരിക്കണം എന്നില്ലാത്ത വാക്കുകൾ കൊണ്ടാണ് തുടക്കം കുറിച്ചത്. ഇന്ന് കാലത്ത് വരുമ്പോൾ തന്നെ എന്താ പറയാ, സ്പീക്ക് വിത്ത് കോൺഫിഡൻസിലേക്ക് മാറ്റി വെച്ച ഒരു കണ്ടന്റ് എനിക്ക് ഉണ്ടായിരുന്നു. എന്തായാലും ഓർത്തു പോവുകയാണ്, നിങ്ങൾ ആ വീൽ ചെയറിൽ നിന്നിട്ടുള്ള ഡാൻസ് കളിക്കുന്ന കുട്ടികൾ അത് കണ്ടപ്പോഴേ. രാവിലെ ഡ്രൈവ് ചെയ്ത് വരുമ്പോ ഇതേപോലെ തന്നെ ഒരാള് കാലം കൊണ്ട് വൈകാത്ത ഒരുത്തം അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഓടണീന്റെ രാവിലെ എക്സസൈസ് ചെയ്യണ ആള്. ഓടണീന്റെ കൂടെ തന്നെ ഏതോ ഒരു വീട്ടുകാർ വേസ്റ്റ് പുറത്ത് കിട്ടത് അത് അവനെ എടുത്തിട്ട് അത് വേസ്റ്റ് ബിന്നിലേക്ക് ഇടുന്നത് കണ്ടപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ജീവിക്കുന്നതിന് അർത്ഥമുണ്ടോന്ന് ഞാൻ ചിന്തിച്ചു പോയി. അതായത് അത് കണ്ടപ്പോൾ വല്ലാത്തൊരു സന്തോഷം തോന്നി. അതിലുപരി എനിക്കൊരു കുറ്റബോധം ഉണ്ടായി. ഏതായാലും വളരെ സന്തോഷം. ചെറിയൊരു സമയം കൊണ്ട് ജോയി എന്നുള്ളൊരു 3 വാക്കെടുത്തുകൊണ്ട് അതിനെ എന്താ പറയുക, മനുഷ്യന്റെ മനസ്സിലേക്ക് ആഴത്തിലാക്കി തന്നതിൽ വളരെ സന്തോഷം. പ്ലീസ് വെൽക്കം ഓൾ. ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ട് എല്ലാവരെയും ക്ഷണിക്കുകയാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റു നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ കൊടുക്കുക. പ്ലീസ് വെൽക്കം ഓൾ. താങ്ക് യു. ഗുഡ് മോർണിംഗ് മാഡം. ടീച്ചറുടെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറഞ്ഞാൽ വാക്കുകളാണ്. വളരെ ശുദ്ധവും സംക്ഷിപ്തവുമായി സംസാരിക്കുന്ന ട്രെയിനർമാർ വളരെ ചുരുക്കമാണ്. അനാവശ്യമായ നീട്ടലുകളോ കുറുക്കലുകളോ ഇല്ലാതെ വാക്കുകളെ വളരെ സംക്ഷിപ്തമായി പ്രസന്റ് ചെയ്യാനുള്ള കഴിവ് അതൊരു പ്രത്യേകത തന്നെയാണ്. എല്ലാ ട്രെയിനർമാർക്കും കിട്ടില്ല. ചില ആൾക്കാർ ആവശ്യമില്ലാത്ത ഫില്ലറുകൾ യൂസ് ചെയ്യും. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോലും ഒരു ഫില്ലർ യൂസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഒരു പിന്നെ പറഞ്ഞതുപോലെ ഒരു റിപ്പീറ്റേഷൻ അങ്ങനെ ഒന്നുമില്ല. വളരെ ശുദ്ധമായ ഭാഷ. മലയാളത്തിൽ ഒരു വാക്കുകളിൽ പോലും എവിടെയും ഒരു തെറ്റായ ഉച്ചാരണവുമില്ല. ഒരു ടീച്ചറായതുകൊണ്ടാവാം. വളരെ നന്നായിരുന്നു. ഒരുപാട് വലിച്ചു നീട്ടലില്ലാതെ 3 കൊച്ചു കാര്യങ്ങളിലൂടെ നമുക്ക് എങ്ങനെ ഹാപ്പിനെസ് ആയിരിക്കാമെന്ന് ഇതിലും ലളിതമായി പറയാൻ കഴിയും എനിക്ക് തോന്നുന്നില്ല. വെരി ഗുഡ്. വളരെ നന്നായിരുന്നു. താങ്ക് യു ടീച്ചറെ. താങ്ക് യു കബീർ സാർ. നെക്സ്റ്റ് ടീച്ചറെ ഗുഡ് മോർണിംഗ്. മനോജാണ്. അടിപൊളി സെഷനാണ്. പിന്നെ ജീവിതത്തിൽ സന്തോഷം എങ്ങനെയൊക്കെ ഉണ്ടാക്കാം, ചിരിക്കാൻ കിട്ടുന്ന അവസരങ്ങളൊക്കെ ചിരിക്കാനൊന്ന് ഓർമ്മപ്പെടുത്തി ടീച്ചർ. പലർക്കും ചിരിക്കാൻ മടിയാ. എത്ര സന്തോഷം ഉണ്ടായാലും ചിരിക്കാൻ ഇത്തിരി പ്രയാസമാണ്. എന്തൊക്കെയോ നഷ്ടാവുന്ന പോലെയാണ് പലർക്കും. എന്തായാലും നല്ല ഐ ഓപ്പണിംഗ് സെഷൻ എന്ന് തന്നെ പറയാം. ഇതിൽ ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, സ്മൈൽ ഈസ് എ കർവ് ദാറ്റ് മേക്സ് എവറിത്തിങ് സ്ട്രെയിറ്റ്. ഒരു കർവാണ് സ്മൈൽ എന്ന് പറയുന്നത്. എല്ലാ കാര്യങ്ങളും സ്ട്രെയിറ്റ് ആക്കുകയും ചെയ്യും. എന്തായാലും ടീച്ചർക്ക് എല്ലാവിധ ആശംസകളും. ഇനിയും വരണം ഈ ഫ്ലോറിൽ. ഇതുപോലുള്ള നല്ല നല്ല സെഷനുകളുമായിട്ട് ഞങ്ങളെ സന്തോഷിപ്പിക്കാൻ വരണം. താങ്ക് യു ടീച്ചർ. താങ്ക് യു മനോജ് സാർ. മനോജ് സാർ നമ്മൾ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കളർഫുൾ ആയിട്ട് എല്ലാവരെയും ചിരിപ്പിക്കാനുള്ള കുറെ പോയിന്റുകളും ഒരു കയ്യിലുണ്ട്. അടുത്താൾ പറയും. ഗുഡ് മോർണിംഗ് മാം. നല്ലൊരു സെഷൻ ആയിരുന്നു. നല്ല ചിരിച്ച് രാവിലെ തന്നെ. എനിക്ക് തോന്നുന്ന ഒരു സമയം വരെ നമ്മളോടൊക്കെ ഇങ്ങനെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത് ഭയങ്കര ഗൗരവത്തിലിരിക്കണം അല്ലെ. കുട്ടികളൊക്കെ ആയിരുന്ന സമയത്ത് കളിയിലൊന്നും പെടാൻ പാടില്ല. മെച്യൂരിറ്റീന്റെ ലക്ഷണമാണ് ഗൗരവം എന്നുള്ളതായിരുന്നു. ഞാനൊക്കെ അങ്ങനെ കേട്ടിട്ടുണ്ട് ഒരു സമയത്ത്. പക്ഷെ അതെന്തായാലും ഇപ്പൊ അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് വളരെ സന്തോഷം. മെച്യൂരിറ്റിയും ഗൗരവവും തമ്മിൽ പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. അതുപോലെ പൊതുവിൽ എല്ലാം പകുതി അറിയുന്ന ആളുകൾക്കാണ് കൂടുതൽ എല്ലാം അറിയാന്നുള്ള തോന്നലുണ്ടാവുക. അപ്പം ഫ്ലെക്സിബിൾ ആയിരിക്കുക എന്ന് പറയുന്ന പോയിന്റ് മാം പറഞ്ഞു. എല്ലാ കാലത്തും നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കാനും സ്വയം മാറണമെങ്കിൽ മാറാനൊക്കെ പുൽക്കൊടിലിനെ പോലെ ആവും അല്ലെ. റിജിഡ് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടിപ്പോവും. അപ്പൊ എന്തായാലും നല്ലൊരു അടിപൊളി സെഷൻ ആയിരുന്നു. നല്ല എനർജറ്റിക് ആയിട്ട് നല്ല ജോയ്ഫുൾ ആയിട്ട് തന്നെ സെഷൻ എടുത്തു. താങ്ക് യു മാം. ഹലോ ഗുഡ് മോർണിംഗ് മാം. ഹലോ പറഞ്ഞോട്ടെ. മാം പറഞ്ഞത് ഓരോ വാക്കുകൾ ഞാനും കുറച്ച് പ്രായമായ ഒരാളാണ്. ഈ കോഫി ടോക്കിൽ ഞാൻ ചേർന്നത് തന്നെ ഈ മാം പറഞ്ഞ കാര്യത്തിന് വേണ്ടി മാത്രമാണ്. ഈ കോഫി ടോക്ക് ഇന്നും നിലനിൽക്കുന്ന ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ ആ കോഫി ടോക്കിൽ വരുന്നുണ്ട്. ചിരിയുണ്ട്, വിജ്ഞാനമുണ്ട്, ചിന്തയുണ്ട്, എല്ലാ കാര്യങ്ങളും എല്ലാവരും വളരെ സന്തോഷത്തോടെ പോകുന്നു. ഈ മാം അതെല്ലാത്തിനും ഒന്നുകൂടി ഒന്നുകൂടി അതിനൊരു എന്താ പറയാ, ഒരു ശക്തി പകരാനായിട്ട് മാത്രം മാമിന്റെ നല്ലൊരു കാര്യം. ഇന്നത്തെ പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞ അടിപൊളി. നല്ല താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. ലിജിമോൾ മാം ഈ ഫ്ലോറില് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മുഖമാണ്. കുറച്ച് നാളായിട്ട് മാഡത്തിന്റെ ഓരോ ആക്ടിവിറ്റീസും കാര്യങ്ങളും, മാഡം നല്ലൊരു ചാരിറ്റി അല്ലെങ്കിൽ കാരുണ്യ പ്രവർത്തകയാണെന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. മാഡത്തിന്റെ പല കാര്യങ്ങളും മാം നാള്
കുറച്ച് ദിവസം മുന്നേ ഒരു പാലിയേറ്റീവിന്റെ ഒരു യൂണിറ്റ് ഒക്കെ പോയിട്ടുള്ള ചില ഇതൊക്കെ കണ്ടിരുന്നു. എന്തായാലും വളരെ സന്തോഷം. നമ്മളെ ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും ഒക്കെ ഉതകുന്ന പല കാര്യങ്ങളും മാഡം ഇവിടെ പറയുകയുണ്ടായി. ഈ ഗൗരവക്കാരായിട്ടുള്ള ആളുകൾ അവർക്ക് എങ്ങനെ ചിരിക്കാൻ സാധിക്കും, എങ്ങനെ അവരെ അല്ലെങ്കിൽ അവരെ ഉള്ളിൽ നിന്ന് എങ്ങനെ സന്തോഷം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചുള്ള കുറെ ഉദാഹരണങ്ങൾ കുഞ്ഞുണ്ണി മാഷിനുണ്ട്. കവിത ഇവിടെ മാഡം പറയുകയുണ്ടായി. അതുപോലെ തന്നെ 1-2 പുസ്തകങ്ങൾ പരിചയപ്പെടുത്തി നിരവധിയായ കാര്യങ്ങൾ മാം പറഞ്ഞു. സന്തോഷം നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, നമ്മൾ സന്തോഷം അത് നമ്മൾ തന്നെ അത് സൃഷ്ടിച്ചെടുക്കേണ്ടതാണ്. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ. വളരെ സന്തോഷം മാഡം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. ഹേമ മാം പ്ലീസ് പറയൂ. താങ്ക് യു സാർ. ലിജി മാം, ഞാൻ ഹേമർജനി പ്രകാശ്, തിരുവനന്തപുരത്ത് നിന്ന്. അടിപൊളിയായിരുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന 3 വിഭാഗത്തിലുള്ളതിൽ അതിൽ ഒരാളാണ് അധ്യാപിക എന്ന ഇന്ന് നമുക്ക് ക്ലാസ് എടുത്ത ലിജി മാം. ഞാനും ഒരു ടീച്ചറാണ്. ശരിക്കും പറഞ്ഞാൽ ചിരി അല്ലെ, ചിരി നമുക്ക് ആയുസ്സും വർദ്ധിപ്പിക്കും, ആരോഗ്യവും ഗ്ലാമറും ഒക്കെ. എല്ലാവരെയും നമുക്ക് സ്നേഹത്തോടു കൂടി ഈ നിർമ്മലമായ സ്നേഹം, അത് തന്നെയാണ് ഒരു അധ്യാപിക, നല്ല അധ്യാപിക അല്ലെ. താങ്ക് യു സോ മച്ച്. ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇന്ന് കോഫി ടോക്കിൽ ഒരു അടിപൊളി മോർണിംഗ് വൈബും അതോടൊപ്പം ചിരി, അത് കാണുമ്പോൾ തന്നെ ചിരി എന്ന് പറയുന്നത് തന്നെ ചിരിക്കാതെ മസിൽ പിടിച്ചിരിക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ എങ്കിലും ചിരി എന്ന് പറയുന്നത് അത് നമ്മുടെ മനസ്സിനും ശരീരത്തിനൊക്കെ ആരോഗ്യം ലഭിക്കും. ഇന്നത്തെ ക്ലാസ്സിന് അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഐ ലവ് യു സോ മച്ച്. താങ്ക് യു. ഹേമ മാം. ചിരിച്ചുകൊണ്ട് സംസാരിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിനെ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മള് ഹേമ മാമിനാണ്. ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. പ്ലീസ് അടുത്ത ആള് ഹഫ്സ മാം പറയൂ. ഹായ് ലിജി മാഡം, സൂപ്പർ സെഷൻ. ഞങ്ങളുടെ തവനൂര് MLA പേര് ജോയ് എന്നാണ്. അത് എപ്പോഴും ചിരിച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ തോന്നുന്നുണ്ട് അദ്ദേഹത്തിന് ഇത്ര ഭൂരിപക്ഷത്തോടെയുള്ള വിജയം കാഴ്ചവെക്കാനായത്. താങ്ക് യു മാഡം. എന്നിട്ട് ചിരിക്കാന്, ഞാൻ അല്ലെങ്കിൽ എപ്പോഴും ചിരിച്ചിട്ടാണ്. ഇനി ഒന്നും കൂടി ചിരിക്കാനുള്ള ഒരു എനർജി എനിക്ക് മാഡത്തിന്റെ ഈ സെഷനിൽ നിന്ന് കിട്ടി. ഓക്കെ, താങ്ക് യു. താങ്ക് യു ഹഫ്സ മാം. ന്യൂട്രല് അതൊന്ന് കയറി അറ്റാക്ക് ചെയ്തു. എന്തായാലും വളരെ സന്തോഷം. ഇനി അടുത്ത ആള് പറയൂ പ്ലീസ്. വെൽക്കം. ലിജി മാം, കേൾക്കുന്നുണ്ട്. പറയൂ മാം. സൂപ്പർ ക്ലാസ് ആയിരുന്നു. ഞാന് മാമിന്റെ ക്ലാസ് ഇപ്പൊ നിന്ന് കഴിഞ്ഞാലും അവിടെയുള്ള ചിരി ഇങ്ങനെ എന്താ പറയാ മൈൻഡിൽ ഇങ്ങനെ ഇതാവണേ. കുറച്ചു നേരം നമ്മൾ ചെറിയ ക്ലാസ്സിലേക്കൊന്ന് പോയി ആ കുട്ടികളുടെ ഉന്തും തള്ളും മാമിന്റെ ആക്ഷനൊക്കെ ആയപ്പോ നമ്മുടെ ഒരു കുട്ടിക്കാലത്തും കൂടെ പോയി. അപ്പൊ അതുകൊണ്ട് ലിജിമ വന്നതിനുപരി പ്രിയപ്പെട്ട ടീച്ചറെയും കൂടെ ഞാനിവിടെ ഇതാക്കുന്നു. നമ്മുടെ ഒരു ടീച്ചറായിട്ട് ആ ക്ലാസ്സിൽ ഇരുന്ന് ഇങ്ങനെ കേൾക്കണ പോലെ തോന്നിയത്. പിന്നെ ഓരോ സ്ലൈഡും അത്രയ്ക്കും മനോഹരമായിരുന്നു. കുഞ്ഞുണ്ണി മാഷിന്റെ കവിതകള് നമുക്ക് എപ്പോഴും ഒരുപാട് ചിന്തകൾ നൽകുന്ന കവിതയാണ് അദ്ദേഹത്തിന്റെ. 2, 3, 4 വരികളെ ഉണ്ടാവുള്ളൂ, പക്ഷെ അതിന്റെ അർത്ഥം ഒരുപാടായിരിക്കും. അതുപോലെ ബുക്കുകളും ഒക്കെ പരിചയപ്പെടുത്തി തന്നു. കൂടാതെ ആ ഭിന്നശേഷിക്കാരുടെ ആ ഒരു വീഡിയോ അത് കണ്ടപ്പോ തന്നെ നമ്മുടെ മനസ്സും കണ്ണും നിറഞ്ഞു പോവുകയും ചെയ്തു, സന്തോഷം കിട്ടി. അത്രയ്ക്കും എഫക്റ്റീവായ ഒരു ക്ലാസ്. പിന്നെ ചിരി, മറ്റുള്ളവരുടെ ഒരു ചിരി കണ്ട നമ്മളും അതിന്റെ കൂടെ പോസിറ്റീവ് ആവുകയാണ് ചെയ്യുന്നത്. നല്ല ക്ലാസ് ആയിരുന്നു മാം. ഇതുപോലുള്ള ക്ലാസ്സുകളുമായിട്ട് ഇടയ്ക്ക് ഈ ഫ്ലോറിൽ വരണമെന്നും ഇതിന്റെ ഉത്തരവാദിത്വം നടത്തുന്നവര് ലിജി മാമിനെ പോലുള്ളവരുടെ ക്ലാസ്സുകൾ ഇടയ്ക്ക് തന്നെ നൽകണം. കാരണം നമ്മളുടെ ലൈഫിൽ കുറെ പ്രശ്നങ്ങളായിട്ട് നമ്മൾ പോകും. മാമ അവിടെ ഒരു കാര്യം പറഞ്ഞു, കുട്ടികളായിട്ട് നമ്മളെ ഇടപഴകണം എന്ന്. ശരിക്കും നമ്മൾ അവരായിട്ട് നമ്മൾ ഇടപഴകിയിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കൊരു ആ ഒരു പ്രായവും ഏജും നമ്മുടെ ഹെൽത്തും ഒക്കെ പോണ പോലെയാണ് ശരിക്കും തോന്നുക. എന്തായാലും ഒരു ഉണർത്തുന്ന ക്ലാസ് ആയിരുന്നു. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. ഇതിൽ കൂടുതലൊന്നും പറയാനില്ല മാമിനോട്. നന്ദി മാത്രം. താങ്ക് യു ഷൈദ ടീച്ചർ. ദിവസം ഒരു എനർജറ്റിക് ആയി മാറി. താങ്ക് യു ഷൈദ ടീച്ചർ. ഗുഡ് മോർണിംഗ് ടീച്ചറെ. ഗുഡ് മോർണിംഗ് ടീച്ചറെ. ഗുഡ് മോർണിംഗ് ടീച്ചറെ. ക്ലാസ്സിലെ കുട്ടികളോടെന്ന പോലെ വളരെ ലളിതമായി ഒത്തിരി നല്ല ആശയങ്ങൾ രാവിലെ ഞങ്ങൾക്ക് ടീച്ചർ പകർന്നു നൽകി. നല്ലൊരു സെഷൻ ആയിരുന്നു ടീച്ചറെ. താങ്ക് യു. മധു സാർ. താങ്ക് യു. നെക്സ്റ്റ് ലിജി ടീച്ചറെ, വളരെ സന്തോഷം. എനിക്ക് തോന്നുന്നത് ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് കിട്ടുന്നത് ടീച്ചർമാർക്കാണ്. കാരണം ഓൾവേസ് നമ്മൾ കുട്ടികളുടെ ഒപ്പമാണ്.
അതൊരു വല്ലാത്ത എനർജിയാണ് നമുക്ക് പകർന്നു തരുന്നത്. അപ്പം എൻ്റെ റിട്ടയർമെൻറ്റിന് എനിക്ക് ഏറ്റവും സങ്കടം വന്നത് വേറൊന്നുമല്ല, നാളെ മുതൽ ഇവരെൻ്റെ ജീവിതത്തിൽ ഇല്ലല്ലോ എന്നുള്ളൊരു ദുഃഖമായിരുന്നു. അത് വലിയൊരു ദുഃഖമാണ്. കാരണം കുട്ടികൾ നമുക്ക് പകർന്നു തരുന്ന എനർജി, ആ ഒരു സന്തോഷം, അതൊക്കെ വളരെ വലുതാണ്. അത് വീഡിയോയുടെ സഹായത്തോടെ വളരെ ഭംഗിയായിട്ട് പ്രസൻറ്റ് ചെയ്തു. അപ്പം ഞാൻ ആദ്യം സെഷൻ കണ്ടുപിടിച്ചു, ഹാപ്പിനെസ്സിനെ കുറിച്ച് നമ്മൾ ഒരുപാട് സെഷൻസ് കേട്ടിട്ടുണ്ട്, ഇനിയിപ്പോൾ എന്താവും ഇത്ര പറയാനുള്ളത് എന്നൊക്കെയാണ് നമ്മുടെ മനസ്സിൽ വരുന്ന തോട്ട്സ്. പക്ഷെ അതൊന്നും അല്ല, ഡിഫറെൻ്റ് ആയിട്ട് പ്രസൻറ്റ് ചെയ്തു. വളരെയധികം സന്തോഷം. താങ്ക് യു. താങ്ക് യു മാം. നെക്സ്റ്റ് ശ്രീജയാണേ, കാസർഗോഡ്. മാമിന്റെ ക്ലാസ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ടായിരുന്നു. ക്ലാസ്സിന്റെ ഇടയിൽ മുരളി സാറും കബീർദാസ് സാറും ഒക്കെ ഈ ക്ലാസ്സിൽ ചിലപ്പോൾ ഈ അലമ്പാക്കുന്ന ആമ്പിളറില്ലേ, ആ ലെവലിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ക്ലാസ് നല്ല അവര് ആ ഒരു ഇതുപോലെ എൻജോയ് ചെയ്തു എന്ന് എനിക്ക് തോന്നി ആ സമയത്ത്. പിന്നെ ഇന്നലെ ഉസ്മാൻ സാറ് പോസ്റ്റർ ഇട്ടപ്പോ മുതൽ എന്റെ മനസ്സിലുള്ള സംശയം എന്താ വെച്ചാല്, നമ്മുടെ നാട്ടിലൊക്കെ റിട്ടയർമെന്റ് 56-56 വയസ്സിലാണ്. ടീച്ചറുടെ നാട്ടില് 46 വയസ്സിലാണോ? ഏജ് ഒട്ടും കാണുന്നില്ല കേട്ടോ. പിന്നെ ഏജ് റിവേഴ്സ് ചെയ്യേണ്ട സീക്രട്ട് എനിക്ക് മനസ്സിലായി. ടീച്ചർ കുട്ടികളുടെ കൂടെ കളിക്കുന്ന കാണുമ്പോ അതാണ് അതിന്റെ ഒരു സീക്രട്ട് എന്ന് മനസ്സിലായി. നല്ല ക്ലാസ് ആയിരുന്നു മാം. താങ്ക് യു വെരി മച്ച്. അല്ല മാഡത്തിന്റെ ഫോട്ടോ കണ്ടില്ലായിരുന്നു, അടിപൊളി ഫോട്ടോ ഒക്കെ ഇട്ട്. താങ്ക് യു മാം. എന്തായാലും വളരെ സന്തോഷം. ഒരുപാട് പേര് ഫീഡ്ബാക്ക് പറഞ്ഞിട്ടുണ്ട്, വളരെ സന്തോഷം. അതുപോലെ തന്നെ മെസ്സേജിലും തന്നിട്ടുണ്ട്. ശരിക്കും ടീച്ചർമാര് അമ്മയും ഉമ്മയും എനിക്ക് ഒന്നാണ്. ഈ പറഞ്ഞ പോലെ തന്നെ എന്റെ ചെറുപ്പത്തില് എനിക്ക് എവിടെയെങ്കിലും ഒന്ന്, നമ്മളിപ്പോ ഫുള്ള് സിസ്റ്റത്തിൽ നമ്മൾ ഓരോ ആഡ് ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. ഒന്നല്ലെങ്കിൽ അമ്മന്റെ പേര്, അച്ഛന്റെ പേരോ അല്ലെങ്കിൽ ടീച്ചറിന്റെ പേരോ കൊടുക്കുകയാണെങ്കിൽ ചെല്ലമ്മ ടീച്ചർ എന്ന് പറയും. എനിക്ക് അയ്യപ്പ ചങ്കരം പണ്ടൊരിക്കൽ കയ്യാല മേലെന്ന് കയറി നോക്കിന്നില്ല, അത് ഇന്നും മറക്കാതെ മനസ്സിന്റെ ഉള്ളിൽ ഇങ്ങനെ താലോലിച്ച് നടക്കുന്നുണ്ട് ആ ടീച്ചറിനെയും. അപ്പോ ടീച്ചർമാരാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത്. വീട്ടിൽ നിന്ന് നമ്മളെ തച്ചാട്ടി പറഞ്ഞയച്ചിട്ടും സ്കൂൾക്ക് പോകുന്ന പറഞ്ഞിട്ട് അവിടുന്ന് കരഞ്ഞു പിടിച്ച് പോകുമ്പോൾ അവിടെ നമുക്ക് ഫസ്റ്റ് സന്തോഷം തരുന്നത് ചിലപ്പോ ടീച്ചർമാരായിരിക്കും. ചിലപ്പോ നല്ല ഏകദേശം അത് തന്നെയാണ്. നിക്ക് കുഴപ്പമില്ല, തല്ലൂല, പേടിപ്പിക്കൂല എന്നൊക്കെ പറഞ്ഞ് അത്രത്തോളം ഉണ്ട് ടീച്ചർമാർക്ക് ഈ ഭൂമിയിൽ ഒരു സ്ഥാനം എന്ന് ഓർത്തു പോകുകയാണ്. ഏതായാലും ചിരി ചിന്ത വിജ്ഞാനം എന്ന ഒരു ക്വിസ് പ്രോഗ്രാം ഉണ്ട്, എല്ലാവർക്കും അറിയാം. നമ്മളെ ഫോട്ടോ ഗെയിം വെച്ചിട്ട് 3 ഗ്രൂപ്പ് ഉണ്ടല്ലോ, 3 ഗ്രൂപ്പിൽ ഏകദേശം 10,000-3000-ഓളം ആളുകൾ ഇപ്പോൾ ഈ കോഫി ടോക്കിനെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇതിൽ കയറുന്നത് ഇത്രയാണെന്നുണ്ടെങ്കിലും ആളുകൾ നമ്മളെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതായാലും മനോജ് സാർ നിങ്ങളല്ലേ ക്വിസ് നോക്കുന്നത്? ഏതായാലും ഏറ്റവും ആദരണീയനായ നമ്മളെ ജഡ്ജിയും അതേപോലെ ക്വിസ് പ്രോഗ്രാം നടത്തുന്നതായ മനോജ് സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കണം. പ്ലീസ് വെൽക്കം മനോജ് സാർ. താങ്ക് യു ചെയർമാൻ. നിങ്ങളുടെ ചോദ്യങ്ങളുടെ ഉത്തരം ചാറ്റ് ബോക്സിലൂടെ മാത്രം എഴുതിയാൽ മതി. പുതിയ ആരെങ്കിലുമൊക്കെ ടീച്ചറുടെ സഹപാഠികളോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടാവും പുതിയ ആളുകൾക്ക് അറിയാൻ വേണ്ടിയിട്ട്. ഓരോ ചോദ്യത്തിനും ഉത്തരം, ഒരു ചോദ്യമാണ് ഉണ്ടാവുക, ആ ചോദ്യത്തിന് 100 മാർക്കാണ്. അതിന്റെ ആൻസർ ചാറ്റ് ബോക്സിലൂടെ മാത്രം എഴുതുക. ഇതുവരെയുള്ള സ്കോർ നമുക്കൊന്ന് പരിശോധിക്കാം. ഗീതാബായ് മാം 100 പോയിന്റ്സ്, ഷാഹിദ ടീച്ചർ 200 പോയിന്റ്സ്, അബ്ദുൽ ഖാദർ സാർ 100 പോയിന്റ്സ്. ഇവരൊക്കെ ഇതിലുണ്ടാവും എന്ന് തന്നെ വിശ്വസിക്കുന്നു. പിന്നെ ഇന്ന് ടീച്ചർ മാത്തമാറ്റിക്സിന്റെ ടീച്ചറാണ് ലിജിമോൾ എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പോൾ ചെറിയൊരു സിമ്പിൾ മാത്തമാറ്റിക്സ് ആയിട്ട് തന്നെ നമുക്ക് ഇന്നത്തെ ചോദ്യം തുടങ്ങാം. വളരെ സിമ്പിൾ ആണ്. ചാറ്റ് ബോക്സിലൂടെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. ചാറ്റ് ബോക്സിൽ ചോദ്യം എന്താ ഇപ്പോ വരുന്നുണ്ട്. 1 മിനിറ്റ്. വളരെ സിമ്പിൾ ആണ്. അപ്പൊ ചോദിക്കുക എന്തിനാ ഈ സിമ്പിൾ? കാരണം സിമ്പിൾ ആയാലും എല്ലാവരും പങ്കെടുക്കുള്ളൂ. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇഷ്ടം പോലെ ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കുന്നു. ചാറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഇപ്പോ കാണാം, ഇതാ കണ്ടല്ലേ, 2 അക്കങ്ങളുള്ള ഏറ്റവും ചെറിയ സംഖ്യയും ഏറ്റവും വലിയ ഒറ്റ സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം എത്ര? വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം. ഇതിനേക്കാൾ സിമ്പിൾ ആയിട്ടുള്ള ഒന്നുമില്ല. ടീച്ചർ തന്നെ ആൻസർ എഴുതി തുടങ്ങിയോ? 98, 90, 9, 88, 1, ശ്രീജ മാം 2, 2, 2. ചോദ്യം ഒന്നുകൂടെ മനസ്സിലാക്കിക്കോ. ഇനി എഡിറ്റ് ചെയ്യേണ്ട ആരും. 2 അക്കങ്ങളുള്ള ഏറ്റവും ചെറിയ സംഖ്യ, 2 അക്കമുള്ള ഏറ്റവും ചെറിയ സംഖ്യ 10 ആണ്. പിന്നെ 9 അല്ല, അതിന് താഴെ. അപ്പൊ 10 ആണ് 2 അക്കമുള്ള ഏറ്റവും ചെറിയ സംഖ്യ. ഏറ്റവും വലിയ ഒറ്റക്ക സംഖ്യ എന്ന് പറയുന്നത് 9 ആണ്. അപ്പൊ 10ഉം 9ഉം തമ്മിലുള്ള വ്യത്യാസമാണ്. അപ്പോ അതിന്റെ ആൻസർ 1 ആണ്. ലിജിമോൾ ടീച്ചർ തന്നെയാണ് അതിന്റെ ആൻസർ ആദ്യം തന്നെ എഴുതിയിരിക്കുന്നത്. എന്തായാലും കൺഗ്രാറ്റുലേഷൻസ് ടീച്ചർ. ഇന്ന് ടീച്ചറുടെ ദിവസം തന്നെയാണ്. ഓക്കെ, സ്റ്റാർ ഓഫ് ദ ഡേയ്സ് ലിജിമോൾ ടീച്ചർ. ഓവർ ടു ചെയർമാൻ. താങ്ക് യു മനോജ് സാർ. സിമ്പിളായ
ചോദ്യം കൊണ്ട് ഹമ്പിളായിട്ട് സിമ്പിളായ ചോദ്യം കൊണ്ടാണ് നമ്മളുടെ ഇടയിലേക്ക് ഇന്ന് കൊണ്ടുവന്നത്. അതിൽ ഇന്നത്തെ നമ്മളുടെ ട്രെയിനർ തന്നെ വിന്നറായിട്ടുണ്ട്. അഭിനന്ദനങ്ങളും ആശംസകളും അർപ്പിക്കുകയാണ്. ഏതായാലും വളരെ സന്തോഷം. ഇന്നത്തെ നന്ദി പറയാൻ വേണ്ടി ഷൈനി മാമിനെ ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കാണ്. പ്ലീസ് വെൽക്കം ഷൈനി മാം. ഗുഡ് മോർണിംഗ്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഇവിടെ യെസ് മാം, കറണ്ട് ഇല്ല. യെസ് മാം. ഓക്കെ ഓക്കെ. എല്ലാവർക്കും ഒരു നല്ല പ്രഭാതം നേരുന്നു. ഇന്ന് ലിജിമോൾ മാഡത്തിന്റെ ആ ഒരു സെഷൻ കേട്ടപ്പോൾ എനിക്കൊരു ഫീഡ്ബാക്ക് പറയണമെന്ന് ഉണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഫീഡ്ബാക്ക് പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ മാറി നിന്നതുകൊണ്ട് ഇപ്പൊ ഒരു ചാൻസ് കിട്ടുന്നതുകൊണ്ട് ഒന്ന് പറഞ്ഞിട്ട് ഞാൻ വോട്ട് ഓഫ് താങ്ക്സിലേക്ക് കയറുകയാണ്. ലിജിമോ മാം എന്റെ ക്ലാസ്മേറ്റ് ആണ്. ക്ലാസ്മേറ്റ് എന്ന് പറയുമ്പം ഞങ്ങൾ ഒരുമിച്ച് സ്കൂളിൽ പഠിച്ചതല്ല. ഇപ്റ്റയുടെ 61 ബാച്ചിലെ മെമ്പറാണ് ലിജിമോ മാം. ഞങ്ങൾ ഒരുമിച്ചാണ് എന്താ പറയുക ട്രെയിനിങ് സെഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്തത്. അന്നു മുതൽ എനിക്ക് കുശുമ്പ് തോന്നുന്ന ഒരു പേഴ്സൺ ആണ് ലിജിമോൾ മാം. എല്ലാ പ്രാവശ്യവും ഓരോ ട്രെയിനിങ്ങിലൊക്കെ കേൾക്കുമ്പോഴും ഞാൻ വിചാരിക്കും ഇതൊക്കെ എങ്ങനെയൊക്കെ ഇത്രയും നല്ല ഏബിളായിട്ട് ആള് ചെയ്യുന്നത്. ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ കടമെടുക്കാൻ തോന്നുന്ന ഒരു പേഴ്സൺ ആണ്. ഇന്നത്തെ ഒരു സെഷൻ പല ഇൻഗ്രീഡിയൻസും ഉണ്ട്. 3 പോയിന്റേ ഉള്ളൂ. അത് പല കാര്യങ്ങളായിട്ട് വീഡിയോസ്, അതുപോലെ തന്നെ നല്ല PPT എല്ലാം കൊണ്ടും ബുക്കിലത്തെ പല കോട്ടുകളും ഒക്കെ ഉപയോഗിച്ച് നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഇന്ന് രാവിലെ തന്നെ തന്നിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ ഒരു എനർജിയിലായിരിക്കും ഇന്ന് നമ്മുടെ ഇന്നത്തെ ദിവസം പോകുന്നത്. അപ്പം താങ്ക് യു മാം. കോഫി ടോക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം, അതായത് പലർക്കും നല്ല രീതിയിലുള്ള ട്രെയിനിങ് കാഴ്ചവെക്കാനും അത് കേട്ട് നമ്മളിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ വരുത്താനും വേണ്ടിയിട്ട് ഉള്ളൊരു പ്ലാറ്റ്ഫോമാണ് ഇത്. ഇങ്ങനെ സെറ്റ് ചെയ്ത് എല്ലാ ദിവസവും കൊണ്ടുപോകുന്ന അതിന്റെ ഓഫീസ് ബെയറേഴ്സിനും, കറക്റ്റ് നെയിം അറിയില്ലെങ്കിൽ ഞാൻ അങ്ങനെ പറയുന്നുള്ളൂ, അവരെ ഒത്തിരി നന്ദി രേഖപ്പെടുത്തുന്നു. അവർക്കാണ് എൻ്റെ ഏറ്റവും എന്താ പറയുക ഗ്രാറ്റിറ്റ്യൂഡ് ഞാൻ എക്സ്പ്രസ് ചെയ്യുന്നത് ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ പേരിൽ. പിന്നെ രണ്ടാമതായി ഇന്ന് ലിജിമോ മാഡത്തിന് എത്ര നന്ദി പറഞ്ഞാലും അതിനൊരു എന്താ പറയുക എത്ര വാക്കുകൾ യൂസ് ചെയ്താലും അതൊരു കറക്റ്റ് ആവില്ല എന്ന് എനിക്കറിയാം. എന്നാലും മാം സോ മച്ച് ഗ്രാറ്റിറ്റ്യൂഡ് ടു യു. എന്താണെന്ന് വെച്ചാൽ നല്ലൊരു സെഷൻ ആയിരുന്നു ഇന്ന് രാവിലെ തന്നെ. ആ ഒരു 45 മിനിറ്റ്സ് നമ്മൾ നന്നായിട്ട് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഓരോ മൊമെന്റും പോയത്. താങ്ക് യു സോ മച്ച് ലിജിമ മാം. പിന്നെ ഇതിന്റെ കോർഡിനേറ്റേഴ്സ് ആയ ശ്രീജിത്ത് സാർ, രേഖ മാം, പിന്നെ മുജീബ് സാർ, ഇവരൊക്കെ ഉണ്ട്. ഞാനത് പോസ്റ്ററിൽ നിന്ന് കണ്ടതാണ് ഇവരുടെയൊക്കെ പേരുകൾ. ശ്രീജിത്ത് സാറിനെ നമുക്ക് എല്ലാവർക്കും പരിചയമുണ്ട്, ബാക്കിയുള്ളവരെയൊന്നും എനിക്ക് അത്ര അറിയില്ല. എന്നാലും അവരെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് സോ മച്ച് താങ്ക്സ് ടു യു. ദെൻ നമ്മുടെ ചെയർമാൻ സ്ഥാനം വഹിക്കുന്ന ഉസ്മാൻ സർ, ഏത് സമയവും ഗ്രൂപ്പിലാണെങ്കിലും അതുപോലെ ഈ പ്ലാറ്റ്ഫോമിലാണെങ്കിലും ഒരു ഹ്യൂമറിന്റെ പെപ്പർ ഇങ്ങനെ ഇട്ടു തന്ന് ആ ഒരു സെഷൻ ഇങ്ങനെ മനോഹരമാക്കുന്ന സാറിന് ഹാറ്റ്സ് ഓഫ്. താങ്ക് യു സോ മച്ച്. പിന്നെ ഇന്ന് വെൽക്കം പറഞ്ഞ ബേബി സാറിനും ഒത്തിരി നന്ദി. സാർ ഇവിടെ പ്ലാറ്റ്ഫോമിൽ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. സാറിന് ഒത്തിരി നന്ദി സാർ. അതുപോലെ തന്നെ ഇന്ന് ഫീഡ്ബാക്ക് ഒക്കെ കൊടുത്ത് ലിജിമോൾ മാഡത്തിന് നല്ലൊരു ദിവസം നേർന്ന ഒത്തിരി പാർട്ടിസിപ്പൻസ് ഉണ്ട്. അവരോടെല്ലാം നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ നമ്മുടെ മനോജ് സാറിനും രാവിലെ തന്നെ ഒരു കുട്ടി ചോദ്യവുമായിട്ട് വന്ന് എല്ലാവരും ഒന്ന് എനർജൈസ് ചെയ്ത് തിങ്ക് ചെയ്യിപ്പിക്കാൻ ശ്രമിച്ച മനോജ് സാറിനും ഒത്തിരി താങ്ക്സ്. ഇനി ഞാൻ ആരെയും വിട്ടു പോയിട്ടില്ല എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഒരിക്കൽ കൂടി എല്ലാവരെയും ഇന്ന് ഏകദേശം നമ്മൾ സെഷൻ അവസാനിക്കാറായപ്പോൾ ഒരു 60 ആൾക്കാരുണ്ടായിരുന്നു. നല്ലൊരു പാർട്ടിസിപ്പേഷൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ കോഫി ടോക്ക് നന്നായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പാർട്ടിസിപ്പേഷൻ കണ്ടാൽ തന്നെ അറിയാം. സോ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാ പാർട്ടിസിപ്പൻസിനും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. എനിക്കിങ്ങനെ ഒരു അവസരം തന്ന ഉസ്മാൻ ജി, താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ. താങ്ക് യു മാം. നമ്മള് ഈ കോഫി ടോക്കിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീക്ക് വിത്ത് കോൺഫിഡൻസ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഉണ്ട്. ശ്രീ സാറിന്റെ ഇതാണ്. നമുക്ക് മടിച്ചു നിൽക്കുന്നവർക്ക് പുറത്തേക്ക് വന്നിട്ട് വാക്കുകൾ കൊണ്ട് വാചാലമാകാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ശ്രീ സാറിന്റെ മനസ്സിൽ വന്ന ആശയം അത് നമ്മളുമായിട്ട് പങ്കുവെച്ചു. അപ്പോൾ ഇന്ന് കാലത്ത് ഞാൻ വെൽക്കം പറയാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടോ, അതേപോലെ നന്ദി പറയാൻ താല്പര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചു. പിന്നെ ഷൈനിമേ വന്നു. വളരെ എന്താ പറയുക, അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടാണ് ഓരോ വ്യക്തികളെയും അവർ എന്താണ് ഇവിടെ സംസാരിച്ച് എങ്ങനെയാണ് അവര് ഈ വഴിയിലൂടെ നടന്നുപോയത്, ഇന്നത്തെ ഈ കോഫി ടോക്കിലൂടെ നടന്നുപോയത്, അതെല്ലാം കറക്റ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ടാണ് നന്ദി പറച്ചില് അവസാനിപ്പിച്ചത്. വളരെ താങ്ക്സ് മാം. നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വലിയൊരു അനുഗ്രഹമാണ് ഇതൊക്കെ.
എല്ലാവരും കട്ടൊക്കെ നിൽക്കുന്നത്. അതുപോലെ തന്നെ വെൽക്കം പറഞ്ഞ സാറാണെന്നുണ്ടെങ്കിലും ശരി, ബേബി സാറാണെങ്കിലും ശരി, ഇന്നത്തെ ക്ലാസ് എടുത്താണെങ്കിലും ശരി, ഫീഡ്ബാക്ക് ആണ് ശരി, 11 പേര്. പിന്നെയും എനിക്കറിയാം ഒരുപാട് പേർക്ക് ഫീഡ്ബാക്ക് പറയാൻ ആഗ്രഹമുണ്ട്. നമ്മൾ മറ്റുള്ളവരെ സമയം പറഞ്ഞതിലും അതിക്രമിച്ചിട്ട് കൊണ്ടുപോകാൻ പറ്റൂലല്ലോ. അത് കാരണം ചെയർമാൻ ഇടപെട്ടതാണ്. കാരണം സദ്യം ക്ഷമിക്കുക. ഏതായാലും ദ പ്രോഗ്രാം ഇൻ കണക്ഷൻ വിത്ത് 7 AM കോഫി ടോക്ക് ഈസ് ഹിയർ ബൈ അറ്റൻഡ്. താങ്ക് യു ഓൾ. ബൈ, സി യു. ഉസ്മാൻജി ഒരു ചെറിയ കാര്യം സാർ, ഇന്നത്തെ കണക്കിന്റെ ചോദ്യം രണ്ടക്കമുള്ള ഏറ്റവും ചെറിയ സംഖ്യ 10 കറക്റ്റ്, ഏറ്റവും വലിയ ഒറ്റ സംഖ്യ ഞാൻ 99ആണ്. അതിലും രണ്ടക്കം തന്നെ ആകണമല്ലോ. ആ ചോദ്യം വേഗമാണ്, അതുകൊണ്ട് എനിക്ക് എന്റെ ഉത്തരത്തിന് മാർക്ക് തരണം. ഏറ്റവും വലിയ ഒറ്റസംഖ്യ 9 സർ, 99 അല്ല. ഏറ്റവും വലിയ ഒറ്റസംഖ്യ എന്ന് പറഞ്ഞാൽ രണ്ടക്കം ഉള്ളതാണെങ്കിലോ അത് 99ആണ്. രണ്ടക്കം പറഞ്ഞാണ് ആ ചോദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. മാഷേ ഒരു അധ്യാപകനല്ലേ ഏറ്റവും വലിയ ഒറ്റ സംഖ്യ അല്ലെങ്കിൽ